ഹലോ, ഹലോ. എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്ത് നമ്മുടെ ലക്ഷക്കണക്കിന് വരുന്ന സബ്സ്ക്രൈബർമാരും ആരാധക വൃന്ദങ്ങളും ദിവസവും ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ വിവാദത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, എന്തുകൊണ്ട് ഈ വിവാദത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്ന്. അങ്ങനത്തെ ചോദ്യങ്ങൾ കൊണ്ട് മനസ്സ് മടുത്ത് നമ്മൾ വിവാദങ്ങളെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വിവാദങ്ങൾ. ആര് ചോദിച്ചു? ഏ ആര് കഥയിൽ ചോദിച്ചു? ചോദ്യമില്ല. ആ, നമ്മളത് ചോദിക്കാനും പറയാനും ഒരുപാട് ആളുകളുണ്ട്. അവർ പലരും ചോദിച്ചെന്നിരിക്കും. ഇല്ല, ബേസിക്കലി കുറച്ച് ആളുകൾ ഒരു കുളം ഇങ്ങനെ കിടക്കുന്നത് ചവിട്ടി കലക്കുന്നത്, അതിൽ കയറി ഒന്നുകൂടെ ഒന്ന് ചവിട്ടി കലക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കൂലേ? കലക്കൂ, കലക്കിക്കോളൂ. ഓക്കെ, അപ്പോ ടോപ്പിക് വളരെ സിമ്പിൾ ആണ്. ഈ അടുത്ത ഇടയ്ക്ക് നമ്മുടെ കലാച്ചി എന്ന പുസ്തകം, കെ ആർ മീരയുടെ സിൻ എന്ന പുസ്തകത്തിന്റെ കോപ്പിയാണെന്ന് പറഞ്ഞ് അതിന്റെ ഓഥർ മുന്നോട്ട് വരികയും അത് കഴിഞ്ഞിട്ട് ഒരുപാട് ബാക്ക് ആൻഡ് ഫോർത്ത് ആണെന്നും അല്ലാന്നും ഉള്ള ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടാവുകയും ചെയ്തു. മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ ടോപ്പിക്. ഇപ്പൊ എനിക്ക് തോന്നുന്ന നാട്ടിലെ സർക്കിളിൽ ഈ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്നത് കൃഷ്ണകുമാർ ആയതുകൊണ്ട് ഈ വിവാദത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ കൃഷ്ണകുമാറിലെ സ്പോട്ടിൽ പിടിച്ചിടുകയാണ്. തുടങ്ങിക്കോളൂ. സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം, 2 പുസ്തകവും വായിച്ചിട്ടില്ല. അപ്പൊ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനൊന്നുമില്ല. പക്ഷെ ഇതിലാകെ ഞാൻ വായിച്ചതിന്റെ ഈ പറഞ്ഞ വിവാദങ്ങളൊക്കെ ഫോളോ ചെയ്തതിന്റെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് രണ്ടിന്റെയും പ്രമേയം ഏകദേശം സിമിലർ ആണ്. രണ്ടുപേരും മറ്റേ അതൊരിക്കലും അത് എന്താ പറയാ, ഒരാളുടെ കുത്തകയാന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രമേയമൊന്നുമല്ല. ഒരാൾക്ക് പെട്ടെന്ന് തോന്നി അത് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന പ്രമേയമല്ല. കാമുകനെ അന്വേഷിച്ച് വിദേശ രാജ്യത്ത് പെട്ടെന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു രാജ്യത്ത് പോകുന്ന, അല്ലെങ്കിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് അകപ്പെട്ടു പോകുന്ന ഒരു കാമുകിയുടെ കഥ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അതാണ് തോന്നുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സിമിലാരിറ്റി എന്ന് പറയുന്നത് അതാണെന്ന് തോന്നുന്നു. ഈ രണ്ടുപേരുടെയും പക്ഷം പിടിക്കാൻ ആളുകളുണ്ടായിരുന്നു. ഒരാള് അതായത് എന്താ പറയുക, പോർഷൻസ് അത് ന്യൂസ് മീഡിയയിലെത്തി, മെയിൻ സ്ട്രീം മീഡിയയിലെത്തി. പുസ്തകം വായിക്കാത്തവർ പോലും ഇതെന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അവരുടെ കയ്യിലുള്ള സോഴ്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി എറിയുന്ന കുറെ പോസ്റ്റുകൾ മാത്രമായിരുന്നു. അതായത് അവർക്ക് അതേ ഉള്ളൂ, അല്ലാതെ പുസ്തകം വായിച്ചൊന്നും അവര് ഈ പറഞ്ഞ ആളുകൾ ഒരിക്കലും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനൊന്നും പോകുന്നില്ല. അപ്പൊ കുറച്ചു നാളത്തേക്ക് മലയാള സാഹിത്യ രംഗം ഒന്ന് ഉറങ്ങിക്കിടക്കുമായിരുന്നു. അതിനുണർത്താൻ വേണ്ടി ഒരു സംഭവം ഉണ്ടായി എന്ന് വിചാരിച്ചാൽ മതി. അതാണ് എന്റെ ഒരു പക്ഷം. അല്ലാതെ എനിക്കതിനെ പറ്റി കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിന്റെ റിവ്യൂസ് കണ്ടപ്പോ, സിന്നിന് ആക്ച്വലി അവാർഡ് കിട്ടിയ പുസ്തകമാണ്. ഞാൻ പലരും പറഞ്ഞത് സിൻ ഈസ് എന്താ പറയാ മച്ച് ബെറ്റർ ദാൻ കലാച്ചി ഇൻ ഇറ്റ്സ് എക്സിക്യൂഷൻ എന്നാണ് എന്റെ ഒരു അറിവ്. കാരണം അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കലാച്ചി വളരെ പെട്ടെന്ന് വളരെ എന്താ പറയുക അടുത്ത് വന്നെങ്കിൽ അതിന് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ എനിക്ക് തോന്നുന്നു കേരളത്തില് അത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിനോ മറ്റോ ആയിരുന്നു അന്ന് പുരുഷന്മാരെ ചീത്ത വിളിച്ച അടക്കി കാർപ്പറ്റ് ബോംബ് അടിച്ചത്. അപ്പൊ അത് ചിലപ്പോ ഒരുപക്ഷെ ഇതിന്റെ സെയിലിനെ ബാധിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതിന്റെ ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചധികം ഞാൻ വളരെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് ഇതിലെ കഥാപാത്രങ്ങളൊക്കെ ആരാചാറിനെക്കാളും വ്യത്യസ്തമായിരുന്നു എഴുത്ത്. അതുകൊണ്ട് മാത്രമല്ല ഇതിന്റെ കഥാപാത്രങ്ങൾ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ന്യൂനത എന്ന് കേട്ടിട്ടുള്ളത്. ആചാര്യ കുറെ കൂടി ഹ്യൂമൻ ആയിരുന്നു കഥാപാത്രങ്ങൾ. അതും ഞാൻ വായിച്ചിട്ടില്ല. അപ്പോ അതാണ് എന്റെ ഒരു അറിവ് ഈ പറഞ്ഞ സംഭവം വെച്ചിട്ട്. താങ്ക് യു. ആർക്കും പറയാം. ആക്ച്വലി എനിക്കും ആധികാരികമായിട്ട് കോപ്പി അടിച്ചെന്നോ അടിച്ചില്ലെന്നോ ഒന്നും പറയാൻ യാതൊരു വോയിസും ഇല്ല. കാരണം ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഈ വിവാദങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കതിൽ 2 കാര്യങ്ങൾ വളരെ
എനിക്ക് അതിൽ രണ്ട് കാര്യങ്ങൾ ബേസിക്കലി ഇവരെ രണ്ടുപേരെയും മീരയും ഹരിദാസ് സാഹിത്യയും രണ്ടുപേരെയും അല്ലാതെ തേർഡ് പാർട്ടികൾ കയറി പറഞ്ഞ അഭിപ്രായങ്ങളിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് എക്സ്ട്രീംലി എന്താണ് ഇമ്മച്വർ ആയിട്ടാണ് തോന്നിയത്. ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം എവിടെ പുൽക്കടി എവിടെ എന്ന് പറഞ്ഞൊരു ഡയലോഗ്. അത് അബ്സല്യൂട്ട്ലി ഒന്നാമത്തെ കാര്യം ഒരാളെ ഒരു പെഡസ്റ്റലിൽ കൊണ്ട് വയ്ക്കുകയാണ്. അങ്ങനെ ഒരു പെഡസ്റ്റലിൽ വെക്കാനും മാത്രം അങ്ങനെ പെഡസ്റ്റലിൽ വെച്ചവരെ എല്ലാവരെയും നമ്മൾ പിന്നെ പല കാരണവശാൽ നമ്മൾ താഴെ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരാളെ ഒരു പെഡസ്റ്റലിൽ കൊണ്ടുവയ്ക്കുക, അയാളെ ബേസിക്കലി ഒരു നോർമൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ അതിനെ ക്ലാരിഫൈ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും അയാളെ ഇൻസൾട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് ഇടിച്ചു താഴ്ത്തുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് നല്ലൊരു പ്രവണത അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള തോട്ട്? ഞാൻ സിൻ വായിച്ചിട്ടില്ല, പക്ഷെ കലാച്ചിയും വായിച്ചിട്ടില്ല. അപ്പം എനിക്കും തോന്നിയിട്ടുള്ളത് ഇതാണ്, ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ. കാരണം കേട്ടെടുത്തോളം ആ ഒരു പ്ലോട്ടിലുള്ള ഒരു സിമിലാരിറ്റി മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ രണ്ടിലും അടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്ന പ്ലോട്ട് പോയിന്റ് എന്ന് വെച്ചാൽ ഇതാണ്, കാമുകിനെ തേടി എങ്ങാണ്ട് പോകുന്ന കാമുകി, അത് ഒരു വിദേശ രാജ്യത്താണ്. അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു വിദേശ രാജ്യത്ത്. അപ്പൊ അങ്ങനെ പോകുന്ന എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും കുറെ ചാലഞ്ചസ് ഉണ്ടാവും. മോസ്റ്റ് ലൈക്ലി ആ ചാലഞ്ചസ് എല്ലാം സിമിലർ ആയിരിക്കാനേ ചാൻസ് ഉണ്ട്. നമുക്കറിയാം ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും. there are risks associated. ഒരു കോൺഫ്ലിക്ട് സോണിലാണ് പോകുന്നതെങ്കിൽ there are very good chances. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് സിമിലാരിറ്റീസ് അങ്ങനെ വരാൻ ചാൻസ്. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. ട്രോപ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ട്രോപ്സ് ആർ ഓൾവേസ് സിമിലർ, അതുകൊണ്ടാണ് അതിനെ ട്രോപ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അവതാറിലെ കഥ വിയറ്റ്നാം കോളനിയുടെ കഥയായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. അത് രണ്ടും ഡാൻസസ് വിത്ത് വാൾവ്സ്, അത് രണ്ടും ഡാൻസസ് വിത്ത് വൂൾഫ്സിന്റെ കഥയാണ്. അതെ, ഇവിടെ പലരും അത് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്, ഈ ട്രോപ്സും പ്ലോട്ടും തമ്മിലുള്ളത്. അത് ഏറ്റവും, അതായത് ഇപ്പൊ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റിലുള്ള റൈറ്റേഴ്സ് മുതൽ അങ്ങ് മുകളിലേക്ക് വരെ ഇതേ സംഭവമാണെന്ന് ഇപ്പൊ ഏകദേശം ഇതോടെ മനസ്സിലായി. ബാഹുബലി ലയൺ കിങ്ങിനെ അടിച്ചു മാറ്റിയതാണെന്നും ലയൺ കിങ് ഹാംലെറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്നും ഷേക്സ്പിയറിൻ അഡാപ്റ്റേഷൻസ് പല ഭാഷകളിലും വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കിപ്പോ ലയൺ കിങ് അഡാപ്റ്റേഷൻ ആണെന്ന് പറഞ്ഞാലും നമുക്കത് ഇപ്പൊ നമ്മുടെ 10 things I hate about you ഓർമ്മയുണ്ടോ? അതെന്തിന്റെ അഡാപ്റ്റേഷനാ? ടേമിംഗ് ദ ഷ്രൂ. കേറ്റ് ഹഡ്സൺ. ടേമിംഗ് ദ ഷ്രൂ. അത് ശരി. അത് നല്ല നൈസായിട്ട് എടുത്തിരിക്കുകയാണ്, അത് ഒരു മനുഷ്യനെ അറിയത്തില്ല, അതാണ് സംഭവം. അതേപോലെ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആണ് കണ്ടുകൊണ്ടേൻ. ആണ് ആണ് ഐ ഡോണ്ട് നോ വെദർ ദേ ഷൈഡ് അവേ ഫ്രം ഇറ്റ്. അത് അല്ലാന്നൊന്നും പറഞ്ഞിട്ടുണ്ടോ, ആണെന്നും അല്ലാന്നും. പക്ഷെ അതൊക്കെ നമ്മുടെ ഒഥെല്ലോന്റെ അഡാപ്റ്റേഷൻ ആണല്ലോ, കളിയാട്ടം. അത് രാജീവ് മേനോൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടുകൊണ്ടേ ഇതാണെന്നുള്ളത്. അത് പുള്ളി നേരത്തെ പറഞ്ഞു. ഈ കളിയാട്ടവും ഇതൊക്കെ ജയരാജ് കണ്ണകി അതുപോലെ ഇപ്പോഴത്തെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അല്ല ഇപ്പൊ അല്ലേ, അത് എല്ലാരും ഓരോരുത്തരും മാറ്റി മാറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ സാധനം തന്നെ. ഒഥല്ലോനെ തന്നെയാണ് ഓംകാരാക്കിയത്. അതുപോലെ ഇപ്പോ ഇംഗ്ലീഷിൽ ഒരു ബുക്ക് കഴിഞ്ഞ വർഷം ഞാൻ വായിച്ച് ഒരു 20% ആക്കി. ഹെവിയാണ്, അത് വായിക്കാൻ സമയമെടുക്കും. ഡീമൺ കോപ്പർ ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഇറ്റ് ഇസ് ദ സ്റ്റോറി അബൌട്ട് ഡേവിഡ് കോപ്പർഫീൽഡിന്റെ അഡാപ്റ്റേഷൻ ആണ്. ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് എ ബോയ് ഗ്രോയിങ് അപ്പ് ഇൻ ദ അമേരിക്കൻ ഫോസ്റ്റർ കെയർ സിസ്റ്റം. അമ്മ മരിച്ചു പോയിട്ട്. Beautifully written, and it is clear they have said it is a adaptation, a modern adaptation of David Copperfield. അപ്പം see ഒരു കാര്യം ഈ
എഴുത്തിലും സിനിമയിലും ആളുകൾ മനസ്സിലാക്കാത്തത് അഡാപ്റ്റേഷൻ ഈസ് എ ടിപ്പ് ഓഫ് ദ ഹാറ്റ് ഇൻ മെനി ഓഫ് ദ കേസ് ടു ഗുഡ് ഓഥേഴ്സ്. പിന്നെ ആകെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവര് ഹരിത സാവിത്രി പറഞ്ഞതുപോലെ DC-ക്ക് അയച്ചു കൊടുത്തപ്പോ അവരുടെ കയ്യിൽ നിന്നും ഇത് ഇങ്ങനെ ഒരു സാധനം എഴുതിക്കൂടെ എന്ന് പറഞ്ഞ് KR മീരയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ പോസിബിലിറ്റി. ഉണ്ടോ ഇല്ല എന്ന് പറയാനില്ല. ഇറ്റ്സ് എ സീഡ്. ഉം. ഇറ്റ്സ് എ സീഡ് ഓഫ് ആൻ ഐഡിയ. നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഒരിക്കലും നമ്മൾ അറിയത്തുമില്ല, നമുക്ക് ഒരിക്കലും അറിയാനും പോകുന്നില്ല. അതിന് ചാൻസ് ഉണ്ടാവും, ആക്ച്വലി നല്ല ചാൻസ് ഉണ്ടാവും. ഇതിനൊരു പ്രീകർസർ ഉണ്ട്. പോളോ കൊയ്ലോന്റെ ജാഹിർ എന്ന് പറഞ്ഞ പുസ്തകം സിമിലർ സ്റ്റോറിയാണ്. ഇതിലൊരാള് അയാളുടെ വൈഫിനെ കാണാണ്ടാവുകയാണ്. വൈഫിനെ അന്വേഷിച്ച് കസാഖിസ്ഥാനിൽ പോകുന്ന കഥയാണ്. അഗെയിൻ ബട്ട് ദിസ് ഇറ്റ് വാസ് പ്രോബബ്ലി റിലീസ് മച്ച് ഏർലിയർ ദൻ ഓൾ ദിസ്. അപ്പോൾ ഈ ഒരു ആള് ഇഷ്ടമുള്ള ഒരാളെ തേടി ഒരു വാർ ടോൺ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റഡ് റീജിയനിൽ പോകുന്ന കഥ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ലവ് സ്റ്റോറി, ഇറ്റ് ഈസ് ഓൾസോ ദ സ്റ്റോറി ഓഫ് ദാറ്റ് ലാൻഡ്. ആ നാടും ആ വാർ ടോൺ ആയിട്ടുള്ളൊരു ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ എഴുതുന്ന ഒരു കഥയാണ്. അപ്പം കസാഖിസ്ഥാനിലെ കഥയാണ്, കുർദുകളുടെ കഥയും, ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഈവൻ എലീഫ് ഷെഫാക്ക് എഴുതുന്ന കഥകൾ പലപ്പോഴും വാർ ടോൺ ആയിട്ടുള്ള റീജിയനിലുള്ള കഥകളാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം വേറെ ആരും ഇങ്ങനത്തെ കഥ എഴുതാൻ പാടില്ല എന്നൊന്നും നമുക്ക് സമർത്ഥിക്കാൻ പറ്റില്ലല്ലോ. ആക്ച്വലി വേറൊരു പുസ്തകം കൂടി അതിനിടയ്ക്ക് പറഞ്ഞു കേൾക്കുന്നതാണ്. ഒരു ഇംഗ്ലീഷ് ബുക്കാണ്. ഇംഗ്ലീഷ്, ഐ മീൻ ടൈറ്റിൽ ഇംഗ്ലീഷ് ആണ്, ചിലപ്പോൾ ട്രാൻസ്ലേഷൻ വല്ലതും ആകാം. ഞാൻ ആ ബുക്കിന്റെ പേര് അന്വേഷിക്കുകയായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ 2 ബുക്കിന്റെ ഒരു പ്രിക്കസർ ആണെന്ന രീതിയിൽ പറയുന്നുണ്ട്. അതായത് സിമിലർ പ്ലോട്ട് ലൈൻ. പറയുകയാണെങ്കിൽ മറ്റേ ആരാച്ചാരിന് ആലിഗേഷൻസ് ഉണ്ടല്ലോ, ഹാങ് മാൻ കോപ്പി അടിച്ചതാണല്ലോ, ഹാങ് വുമൻ പുസ്തകം ഉണ്ടായിരുന്നു. അതിന്റെ ബേസിസ് അതൊരു ഡോക്യുമെന്ററി ഒരു ഡോക്യുമെന്ററിന്ന് കുറെ സോഴ്സ് കുറെ വലിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അല്ല, ഈ പറയുന്നതും the truth in writing and the movies is that ഒരുമാതിരി എല്ലാ കഥകളും ഓൾറെഡി ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഇനി ആരും പറയാത്ത കഥ എടുത്ത് ഇടാൻ എന്ന് പറയുന്നത് ഒരു നിവൃത്തിയില്ല. എല്ലാവരും എഴുതുന്നത് ആ പഴയ ബോംബ് കഥ തന്നെ. അതിൽ കുറച്ച് മാറ്റം വരുത്തുന്നു. ഈ പറയുന്ന പോലെ 2 ട്വിൻസ് ആണുങ്ങൾക്ക് വരെ 2 പെണ്ണുങ്ങളാക്കുന്നു, ഒരു പ്രണയകഥ എന്നുള്ളത് ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറി ആക്കുന്നു. അങ്ങനെ ഓരോ രീതിയിലും കുറേശ്ശെ അങ്ങ് എടുത്ത് മാറ്റാന്നല്ലാതെ പുതിയ 100% ഇൻവെന്റീവ് ആയിട്ടൊരു കഥ കൊണ്ടുവരാൻ ആർക്കെങ്കിലും പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പച്ചയ്ക്ക് പറയാം, വഞ്ചിനാട്ടിലെ വേതാളങ്ങൾ ഞാൻ ഇൻസ്പയർഡ് ആയത് ലവ് ഡെത്ത് ആൻഡ് റോബോട്ടിന്റെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ, ഏത് എപ്പിസോഡാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടൊരു ഹിസ്റ്റോറിക്കൽ ഔട്ട് ബ്രേക്ക്. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞുതരാം. ഒരു വേൾഡ് വാറിന്റെ സമയത്ത് ഒരു ആർമി റഷ്യൻ ആർമി ഡീമൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ഉഗ്ര സാധനമാണ്. അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് വഞ്ചിനാട്ടിലെ വേതാളങ്ങളുടെ സീഡ് ഉള്ളിൽ വന്നത്. വൈ നോട്ട് ടെൽ എ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി അബൌട്ട് എ ബഞ്ച് ഓഫ് സോംബീസ്. അതുപോലെ ഒഡീസിലെ അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെവിലി ഇൻസ്പയർഡ് ഫ്രം ഫയർഫ്ലൈ. ഫയർഫ്ലൈ എന്ന് പറയുന്ന സീരീസ് ഹെവിലി ഇൻസ്പയർഡ് ആണ്. ഇറ്റ് ഈസ് എ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സ്റ്റോറി, ജോസ് വീഡന്റെ ആണ്. ഇറ്റ് ഈസ് എ ബഞ്ച് ഓഫ് പീപ്പിൾ ആൻഡ് ദെയർ ജേർണി ആൻഡ് ദെയർ ബാക്ക് സ്റ്റോറീസ്. അപ്പോൾ അത് സീഡ് ഈസ് ഇൻസ്പയർഡ് ഫ്രം ദാറ്റ്. ബട്ട് ഇഫ് യു റിയലി ലുക്ക് അറ്റ് ഇറ്റ്, ഒരു വൈബ് കിട്ടും എന്നല്ലാതെ ഇതിൽ രണ്ടിലും ഒരുപാട് ഡിസിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീഡിനെ നമ്മളെടുത്ത് വെള്ളം ഒഴിച്ച് വളർത്തുമ്പോൾ അതില് ആവശ്യത്തിന് നമ്മുടെ പഴയ കഥ എക്സാക്ട്ലി അതുപോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫെയിലിയർ, റൈറ്റ്? അതിൻ്റെ അകത്ത് പുതുമ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. ആ പുതുമ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ആവുള്ളൂ. നമ്മളായിട്ട് അതിൽ ഒരുപാട് കൂട്ടിച്ചേർക്കണം. ഞാൻ ഇൻസ്റ്റയിലെ ബ്ലോഗ്സിൽ ഒരു കഥ എഴുതിയായിരുന്നു. ക്രെഡൂല എന്നാണ് പേര്. അതൊരു ലാറ്റിൻ പേരിട്ട ഗള്ളിബിൾ എന്ന വാക്കിന്റെ ലാറ്റിൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഈ മാർഷൽ ആർട്സ് ഫിലിംസ് ഇല്ലേ, അയൺ മങ്കി അങ്ങനത്തെ ടൈപ്പ് പടങ്ങളുണ്ടല്ലോ. പണ്ട് കാലത്തെ മൊണാസ്ട്രീസിൽ, ഷാവോളിൻ മങ്സിന്റെ മൊണാസ്ട്രിയിൽ നടക്കുന്ന
സംഭവമായിട്ട് എഴുതി. പക്ഷെ അങ്ങനെയൊന്നും എക്സ്പ്ലിസിറ്റ് പറഞ്ഞിട്ടില്ല. പെട്ടെന്നൊരു ദിവസം രാവിലെ ഇയാളുടെ ഒരു ടീച്ചർ മരിച്ചു കിടക്കുന്നു, ഇയാളുടെ ഗുരു മരിച്ചു കിടക്കുന്നു. അപ്പൊ പുള്ളിയുടെ ബാക്കിൽ നിന്ന് ആരോ കുത്തിയതാണ്. അപ്പൊ ഇവൻ അന്വേഷിച്ച് പോവുകയാണ്. അപ്പൊ ഇവൻ അടുത്ത് ആരെ കൊന്നേന്ന് നോക്കുമ്പോൾ പുള്ളി വാക്കാ പറയുന്നത്, എന്നാണ് പറയുന്നത്. പുള്ളി നേരെ പോകുന്നു. പുള്ളി ആ, ഒരു സീക്രട്ട് ഡോർ ഉണ്ട്, ആ ഡോറിന് ഫ്രണ്ടിലാണ് ഇവൻ മരിച്ചു കിടക്കുന്നത്. ആ ഡോറിന് അപ്പുറത്ത് എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഇയാളിങ്ങനെ ട്രാവൽ ചെയ്ത് പുള്ളി നാട്ടിലൊക്കെ പോയി കുറെ പേരെയൊക്കെ കൊല്ലുന്നു. ഇയാളാണ് സസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ പുള്ളി ഓരോരുത്തരെ ഡിഫീറ്റ് ചെയ്യുന്നതോറും പുള്ളി ശക്തനായി മാറി അവസാനം ഒരു ട്രിക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഹാഫ് ഗോഡ് ഹാഫ് ഹ്യൂമൻ ആണ്. അയാളെ കൊല്ലുന്നത്, അയാളൊരു ഹോൺ ഉള്ളൊരു ഡീമനാണ്. പുള്ളിനെ തട്ടി അവസാനം അവിടെ നിന്നൊരു കൊമ്പ് മോഷ്ടിച്ച് അയാളുടെ കൊമ്പ് പറിച്ചെടുത്ത് അയാളുടെ മുറിക്ക് പുറത്തേക്ക് എടുക്കുന്നു. അയാളുടെ പുറത്തൊരാളെ നിൽക്കുന്നു, അയാളുടെ ബാക്കിൽ നിന്ന് സ്റ്റാബ് ചെയ്യുന്നു ഇയാളുടെ കാവൽക്കാരനെ നേരിച്ചിട്ട്. പുള്ളി പുറത്തെത്തുമ്പോൾ മനസ്സിലാകുന്നു അതൊരു ടൈം വാർപ്പായിരുന്നു. പുള്ളി തിരിച്ചെത്തിയത് പണ്ട് കാലത്ത് മൊണാസ്ട്രിയിലെ ഗുരുവിന്റെ ബാക്കിലാണ് ഓ പുള്ളി ശരി, സ്റ്റാബ് ചെയ്തിരിക്കുന്നത്. ബാക്കിലാണ്. ഈ സാധനം കണ്ടോണ്ട് ഞാൻ പോയിട്ട് ഞാൻ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇൻഡസ്റ്റെല്ലാർ കാണുന്നത്. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ സാധനം ടൈം ലൂപ്പ് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് തന്നെ ടൈം ക്രൈംസ് എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഇതേ സംഭവം നമ്മൾ ഇതൊക്കെ ഒരുപാട് പേര് ഈ സാധനം എന്താ പറയാ ആഗ്നോസി ഇങ്ങനെ അടിച്ചോണ്ടിരുന്ന സംഭവമാണ്. എന്തോരം പടങ്ങളിൽ വന്നു പോയിട്ടുണ്ടാവും. എനിക്കും ചിലപ്പോ ഈ തോട്ട് വന്നത് അങ്ങനെ ഏതെങ്കിലും കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വായിച്ചിട്ടായിരിക്കാം. ഇത് ആരും യൂസ് ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ട്രോപ്പാണ് എന്ന് വെച്ചിട്ട് എനിക്ക് പോയി പറയാൻ പറ്റുമോ എന്റെ ബുക്ക് വായിച്ച് ക്രിസ്റ്റഫർ നൊളാൻ ഉണ്ടാക്കിയതാണ് പറയാൻ കാരണം ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ആർട്ടിഫാക്ട് ഒരു വേറെ ലോകത്തുനിന്ന് വന്ന ഒരു ആർട്ടിഫാക്ട് ഒരു എന്താ പറയുക ഒരു ഉൽക്ക. ആ ഉൽക്കയ്ക്ക് ഇഷ്ടം പോലെ അതിന് പവേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഒരു സ്റ്റോൺ കിട്ടി. ആ സ്റ്റോൺ വെച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ഹണ്ട് ചെയ്യുന്നു. അങ്ങനത്തെ ട്രോപ്പ് ഇത് വളരെ സിമിലർ ആണ്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. എവിടെ നോക്കിയാലും കാണാം, അത് പലയിടത്തുണ്ട്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിനകത്ത് മൃതദേഹങ്ങൾ മോഷണം പോകുന്നു, അല്ലെങ്കിൽ അതിനകത്തുള്ള ഡെത്തുകൾ, അല്ലെങ്കിൽ പഴയ റിവഞ്ച് സ്റ്റോറി, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട റിവഞ്ച് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിപ്പോ വന്ന സിനിമയിൽ വന്നു എന്ന് പറഞ്ഞ് എഴുതുന്ന അവര്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്ന ആൾക്കാർക്ക് അവർക്ക് ഇൻസ്പിറേഷൻ എവിടെ നിന്ന് വന്നു എന്നുള്ളത് അവര് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് വന്നിട്ടുണ്ടാവണം. അവര് ചിലപ്പോ ഇങ്ങനെ ആലോചിച്ചിട്ട് വന്നതായിരിക്കില്ല. അവരിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവര് ചിന്തിക്കുന്നത് ചിലപ്പോ ഈ തോട്ട് പ്രോസസ് വേറെ ആൾക്കാർ പറഞ്ഞോ, അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞൊരു സാധനമായിരിക്കാം. സെയിം ചിലപ്പോ ബ്രില്യൻ മൈൻഡ്സ് ദേ തിങ്ക് അലൈക്ക്, അങ്ങനെ ആയിരിക്കാം. പക്ഷെ എത്ര ലൈക്ക് ചിന്തിച്ചു കഴിഞ്ഞാലും ഇവിടെ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് 7 ടൈപ്പ് സ്റ്റോറീസ് കണ്ടേ ഉള്ളൂ. 7 മീൻസ് അതാരും ഏതോ സിനിമയിൽ അത് ട്രോളായിട്ട് പറയുന്നുണ്ട്. ഓൺലി 7 ടൈപ്പ് ഓഫ് സ്റ്റോറീസ്. അത് ഹീറോസ് ജേർണി ഈ പറഞ്ഞ പരിപാടിയിലൊക്കെ എല്ലാത്തിലും ഈ പറഞ്ഞ ട്രോപ്സ് ആഡ് ചെയ്യുന്നു. നമ്മളൊരു പെപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലെയിം വെക്കുന്നത് ഇച്ചിരി ബാലിശമാണെന്നാണ് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ഇത് ആരോ ഒരു സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോനെ പറ്റിയിട്ടൊരു അലിഗറി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാല് അത് പലതരം ചില്ലുകള്, പല കളർ ചില്ലുകൾ ഉണ്ടാക്കുന്നതാണെന്ന്. പക്ഷെ അത് തന്നെ അത് പല വിൻഡോസിൽ നിന്ന് കിട്ടിയതായിരിക്കാം, പല പെയിൻസ് ഓഫ് ഗ്ലാസിൽ നിന്ന് കിട്ടിയതായിരിക്കും. ഇതെല്ലാം ചേർക്കുമ്പോഴാണ് സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോ ഉണ്ടാകുന്നത്. യു ഹാവ് ടു മേക്ക് യുവർ ഓൺ യുണീക് സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോ. അത് ഒരേ സാധനം രണ്ടുപേരും ഉണ്ടാക്കുമ്പോഴാണ് അതിനെ എന്താ പറയാ അത് കോപ്പി അടി എന്നൊക്കെ പറയുന്നത്. പോസിബിലിറ്റി ഉണ്ട് രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ടൈപ്പ് കഥ എഴുതാൻ സാധ്യതയുണ്ട്. കാരണം അതായത് വളരെ ബ്ലാൻഡ് ആയിട്ട് ഒരു സ്റ്റോറി ലൈൻ ആണെങ്കിൽ, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലോർഡ് ഓഫ് ദി റിങ്സ് പറഞ്ഞാലും ഹാരി പോട്ടർ പറഞ്ഞാലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചോസൻ വൺ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പുള്ളിക്കാരി ചിലപ്പോൾ ഇൻസ്പയർഡ് ആയിരിക്കാം. അതേപോലെ അന്നാ പുള്ളിക്കാരിയെ പറ്റിയിട്ട് പറയുന്നത് പുള്ളിക്കാരിയെ ട്രെയിൻ ജേർണിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിൽ വന്നത്, വിഷ്വലൈസ് ചെയ്തതാണ്. പക്ഷെ പുള്ളിക്കാരി ഇതിനു മുമ്പ് ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇതുപോലത്തെ ഒരു കഥയുണ്ടായിരുന്നു, ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഈ ബെഡ് ടൈം സ്റ്റോറിയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അത് വായിച്ചിട്ടാണ് പുള്ളിക്കാരി അതിന് ഇൻസ്പയർഡ് ആയെന്ന് ഒരു അലിഗേഷൻ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് കോർട്ട് എന്തോ സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു. ജെ.കെ. റോളിങ്ങിന്റെ ഒരു ആദ്യത്തെ അലിഗേഷൻ അത് സെറ്റിൽ ആയില്ല. അത് ഐ തിങ്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളോട് 1.5 മില്യൺ കോടതി ഇതിന് സെക്യൂരിറ്റി വെക്കാൻ പറഞ്ഞു. പുള്ളിക്ക് അത് വെക്കാനില്ലാത്തത് കൊണ്ട് പിന്നെ കേസും കണ്ടിന്യൂ ആയില്ല. അത് ലാരി പോട്ടർ ആണോ?
ലാരി പോട്ടർ അല്ല, വേറെ ഒരു ചെറുകഥയാണത്. അപ്പൊ അതിന്റെ സോ യു കാൻ ഓക്കെ അതിന്റെ പ്ലോട്ട് ലൈൻ അതായിരിക്കും, പക്ഷെ എന്ന് വെച്ചൊരു 7 പാർട്ട് ബുക്ക് പുള്ളി എഴുതുമെന്ന് വെച്ചാൽ യു ഡോണ്ട് നോ. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ ജെ.കെ. റോളിൻ. അതൊരു ഒരു പറഞ്ഞമാരെ ഒരു സീഡാണ്, ഒരു കഥ, ആ അതിൽ നിന്നും ബാക്കി അത്രയും ഉണ്ടാക്കിയതാണല്ലോ. ആളുകളെ പിടിച്ചിരുത്താനും ആ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാനും ഒക്കെ കഴിവില്ലാതെ പറ്റില്ല, കണ്ടന്റ് ഇല്ലാതെ പറ്റില്ല. ഇപ്പൊ നമ്മള് ഇപ്പം ഒരു കാലത്ത് ഞാൻ ഈ കുറെ ഈജിപ്ഷ്യൻ അഡ്വെഞ്ചർ സ്റ്റോറീസ് വായിക്കായിരുന്നു. എല്ലാം സെയിം ബോംബ് കഥയാണ്. ഫറോവന്റെ ടോമ്പ് തുറക്കുന്നു, അതിൽ നിന്നും എന്തൊക്കെയോ ഇത് വരുന്നു, കേഴ്സ് വരുന്നു. കർസ് വരുന്നു, അതൊരു സ്റ്റോറി ലൈൻ. അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ പാപ്പിറസ് ഉണ്ടാവും, അത് 100 പേര് തപ്പുന്നുണ്ടാവും, നമ്മളും തപ്പുന്നു, നമ്മുടെ ഹീറോ ആണ് അതിലെ മെയിൻ ആർക്കിയോളജിസ്റ്റ്, അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ മറ്റേ ഇതായിരിക്കും, മാത്യു റെയ്ലി. ഈജിപ്റ്റോളജിസ്റ്റ് ആയിരിക്കും. മാത്യു റെയ്ലി ഈസ് വൺ ഓഫ് ദം. ഇത് ഇങ്ങനത്തെ ഒരു വലിയൊരു ബുക്കിന്റെ ഒരു ഇത് ജോണർ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ബുക്സ് ഉണ്ട് എന്ന് വെച്ച് ഈ എല്ലാ പുസ്തകങ്ങളും പരസ്പരം ഇൻസ്പയർഡ് ആണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പ്ലോട്ട് ലൈൻ സിമിലർ ആണ്. എല്ലാത്തിലും കാണും ഒരു മെന്റർ ഹു ഡൈസ്. ഉം. ഇപ്പൊ ആലോചിച്ചാൽ മതി, എത്ര ബുക്ക് നമ്മൾ അങ്ങനത്തെ വായിച്ചിട്ടുണ്ട്. മെന്റർ ഉണ്ടാവും, അങ്ങേര് മരിക്കുന്നു, അപ്പൊ ഇത് ഇങ്ങേര് ഈ പുതിയ ആളുടെ അടുത്ത് കിട്ടുന്നു, അയാൾ പോകുന്നു, അവിടെ മിക്കവാറും ഒരു പോലീസുകാരി അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, ഡിപ്പെൻഡിങ് ഓൺ ദ ജെൻഡർ ഓഫ് ദി മെന്റി ഉണ്ടാവും, ഹൂ വിൽ ബി ഹെൽപ്പിംഗ്. പിന്നെ ഒരു വില്ലൻ ഉണ്ടാവും. അത് തന്നെ മെന്റർ നമുക്ക് ചത്തിട്ട് തിരിച്ചു വരും. ലോർഡ് ഓഫ് ദ അത് റിങ്സിലെ വേറെ, ഗാൻഡാൽഫ്. അതൊക്കെ ഫ്ലൈ യു അതുണ്ട് ഫൂൾസ്. അത് ഇതിന്റെ മറ്റു ഇടയ്ക്ക് ഡ്രോപ്പ്. കൂടെ. അപ്പൊ അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ലോകത്ത് കാലാകാലങ്ങളായിട്ടുള്ളതാണ്. പക്ഷെ ഐ തിങ്ക് മേ ബി ഈ 2 പുസ്തകങ്ങളും വളരെ ഫേമസ് ആയി, രണ്ടും വളരെ നോട്ടിസബിളി ആ ഒരു ടൈം സ്പാൻ ബിറ്റ്വീൻ ദെയർ റിലീസസ് ആളുകളുടെ ഒരു മെമ്മറിയിൽ വളരെ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന 2 പുസ്തകങ്ങളായതുകൊണ്ടായിരിക്കാം ഇത്രയധികം ബഹളം ഉണ്ടായത്. ആൻഡ് പ്ലസ് പിന്നെ വേറൊരു ആവശ്യമില്ലാത്ത കാര്യമുണ്ട്, പല വേറൊരു നിരൂപക കാര്യമുണ്ട്, കമന്റ്സും വന്നതുകൊണ്ടും. വേറൊരു കാര്യമുണ്ട്. ഇതില് ഹരിത സാവിത്രി ഇത് കൊണ്ട് ഈ അഭിപ്രായം കൊണ്ട് വരുന്നത് വരെ വേറെ ആരും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ ഇല്ല, ബാക്കി അങ്ങനെ ആർക്കും ആ സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തിന്റെ ബേസിസിലാണ് പുള്ളിക്കാരത്തി ഒരു സുപ്രഭാതത്തിൽ ഈ കമന്റ് ഇത് ഇട്ടത്? പുള്ളിക്കാരത്തി പറയുന്നത് DC ബുക്സിന് അയച്ചു കൊടുത്തു, അത് കഴിഞ്ഞിട്ടാണ് ഇത് ലീക്കായത്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോയത്. പിന്നെ എനിക്ക് തോന്നുന്നു DC ബുക്സിന്റെ ആരോ അല്ലേ ഒരു ഇന്റർവ്യൂവിൽ കയറി ഇരുന്ന് പറഞ്ഞത്, എന്തിനാണ് മലയാളത്തിൽ എഴുതുന്ന എല്ലാ കഥകൾക്കും കേരളവുമായി എന്തെങ്കിലും ബന്ധം വേണം, ഇല്ലെങ്കിൽ എന്തിനാണ് മലയാളത്തിൽ എഴുതുന്നത്. സത്യമാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ വെച്ച് കാച്ചുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് ഒരു തരം എന്താ പറയാ, എത്ര വായിച്ച് അന്ന് വായന പ്രപഞ്ചത്തിലൊക്കെ കയറി വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത്രേ ഉള്ളൂ ചിന്താഗതി. വളരെ നാരോ ആണ്, വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒന്നാമത്തെ കാര്യം. മലയാളത്തില് കണ്ടിട്ടുണ്ടാവില്ലേ ഇത് ജസ്റ്റ് മേ ബി ഡൈഗ്രസിംഗ് ബാക്ക്. ഇവിടെ മാതൃഭൂമിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്ന കഥകളുടെ സ്വഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് എല്ലാം സിമിലർ ആണ്. നിങ്ങൾക്കിപ്പോ രണ്ടും വല്ലപ്പോഴും ഒരിക്കൽ ഒരു നല്ല കഥ വന്നാൽ ഓക്കെയാണ്. ചില അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കഥ വന്നാൽ അവർ പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കഥ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കഥയുടെ വായിച്ചു തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ പ്ലോട്ട് മനസ്സിലാവും. പ്ലോട്ട് അല്ല, അതിനകത്ത് എന്താ അവർ പറയാൻ പോകുന്നത് മനസ്സിലാവും. ഇവിടെ ഒരിക്കലും ഒരു സയൻസ് ഫിക്ഷനോ അല്ലെങ്കിൽ ഒരു ഹൊറർ കഥയോ ലിറ്റററി ക്വാളിറ്റി ഉള്ളത്, ഞാൻ പറഞ്ഞു ലിറ്റററി ക്വാളിറ്റി എടുത്തോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറൊരു ജോണർ പരീക്ഷിക്കാൻ അല്ലെങ്കിൽ വേറൊരു ജോണറിന്റെ കഥ കൊണ്ടുവരാൻ ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല. എല്ലാവർക്കും രാഷ്ട്രീയം, കുടുംബത്തിലെ എന്തെങ്കിലും ഡൈനാമിക്സ്, ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അവിഹിതം, ഒരു ബോൺഫോർ ഒരു അവിഹിതം, ഒരു ഗ്രാമത്തിന്റെ കഥ, ഒരു ഒരു ഗ്രാമത്തിന്റെ കഥ, ചുറ്റുവട്ടത്തിന്റെ കഥ. പിന്നെ ഒരു തരം മറ്റേ എന്താ പറയാ, മീൻസ് ഒരു ആന്റി റൈറ്റ് വിങ് അജണ്ട. ദാറ്റ്സ് ഓക്കെ, രാഷ്ട്രീയം പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതേ സാധനം തന്നെ പിന്നെയും പിടിച്ച് അലക്കുന്നത്. ഒരു സമയത്ത് ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇറച്ചി കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹൈ റേഞ്ച് കഥകൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. വേട്ടയിറച്ചി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന 2 തരത്തിലുള്ള മാംസങ്ങളുമാണ്. ഇപ്പൊ പൊനത്തിന്റെ കേസ് അറിയാമല്ലോ. ആ ടൈപ്പ് കഥകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ട്രെൻഡ് ആ സമയത്ത് അങ്ങനെയായിരുന്നു. ആ ലോക്ക്ഡൌണിന്റെ ടൈമില് ഈ
WTP ലൈവിനകത്ത് ഒരു പുള്ളി മനോജ് വീട്ടിക്കാട് എന്ന് പറഞ്ഞൊരു പുള്ളി ഉം. അങ്ങനെ ഈ കഥകളൊക്കെ അവലോകനം ചെയ്യുന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് നിന്നുപോയി. ആ കഥ നല്ലൊരു പങ്ക്തിയായിരുന്നു. പുള്ളി എല്ലാ കഥകളും എടുത്ത കഥകൾ അവലോകനം ചെയ്യും. അത് ഭയങ്കര എന്താ പറയാ ഒരു നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലാണ് പുള്ളി അത് പറയുന്നത്. അതായത് പുള്ളിക്കിത് ആരോടും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. പകരം ഒരാള് ഒരു കഥ എഴുതി നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം അയാൾ മോശം കഥ എഴുതിയ പുള്ളി മോശമാണെന്ന് പറയും. അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രതിപത്തി ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അതെന്തൊക്കെയോ ആരൊക്കെ പറഞ്ഞ് നിർത്തിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങേരുടെ ആ കഥ ആ പങ്ക്തി മാത്രം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്ത് ടൈപ്പ് കഥകളാണ് ഇപ്പൊ വരുന്നതെന്ന്. കുറെ കാലം ഒരേ ടൈപ്പ് കഥകളാണ്. പുള്ളിക്കും അടുത്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെയാണ് പുള്ളി പറയാൻ തുടങ്ങിയത്. അപ്പൊ ഈ തരം സംഭവങ്ങൾ ഒരിക്കലും നമ്മുടെ എന്താ പറയാ മെയിൻ സ്ട്രീം മീഡിയയിൽ മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിനകത്ത് ഈ പല ജോണർ വരാതെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഈ മനസ്ഥിതി ഒന്ന് വൈഡൻ ചെയ്യില്ല ആളുകളുടെ. എല്ലാവർക്കും ഈ ടൈപ്പ് സംഭവം മതി. പക്ഷെ അവര് ഇപ്പൊ ഓർബിറ്റലൊക്കെ വന്നപ്പോ അതിനെയും അല്ലെങ്കിൽ ഈ ഹാൻകാങ്ങിന്റെ ബുക്കുകൾ വന്നപ്പോ അതിനെയൊക്കെ കൊണ്ടാടുന്നവരാണ് ഇവര്. പക്ഷെ മലയാളത്തിൽ അങ്ങനത്തെ സംഭവം വന്നാൽ അവര് തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കുമോന്ന് എനിക്ക് ഉറപ്പില്ല. അതാണ് പറഞ്ഞത്. അതായത് പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്ന സാധനത്തിനെ അവജ്ഞയോടെ കാണുന്ന ലിറ്റററി ഫിക്ഷൻകാരും ലിറ്റററി ഫിക്ഷൻ എഴുതുന്നവരെ അടിച്ചു താഴ്ത്തുന്ന പോപ്പുലർ ഫിക്ഷനെ ആരാധിക്കുന്ന ആളുകളും ഉണ്ട്. ഈ രണ്ടും കൂടി ഒന്നിച്ച് വായിച്ച് ഇത് നല്ലത് ചീത്തയെന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണ് മലയാളത്തിൽ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം കേരളത്തിലിരുന്ന് പുറത്തുള്ള ഒരു കഥ എഴുതി എന്താ അതിന് കുഴപ്പം? ബിക്കോസ് നമ്മൾ ഫോറിൻ ഓത്തേഴ്സിന്റെ ഫോറിൻ സ്റ്റോറീസ് വായിക്കുന്നതല്ലേ. ഈ എലീഫ് ഷഫാഖൊക്കെ വായിച്ച് ആഘോഷിക്കുന്നവർ തന്നെയാണല്ലോ ഇതിനെ. അത് എനിക്ക് So തോന്നുന്നു സിന്നിനിട്ടൊരു പോട്ട് ഷോട്ട് എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിന്നിന് മേ ബി വേറെ ഏതെങ്കിലും അങ്ങനത്തെ ഒരു കഥ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ഈയിടെയായിട്ട് വന്നത്. ദാമിയന്റെ അതിഥികളൊക്കെ അങ്ങനത്തെ കഥകളാണ്. ഇത്രയും നല്ല കഥകള് എന്തുകൊണ്ട് മലയാളികൾ കേരളത്തിന് പുറത്തുള്ള കഥ വായിച്ചുകൂടാ? ഇതൊക്കെ മാടമ്പിത്തരമാണ്, വേറൊന്നുമല്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സയൻസ് ഫിക്ഷൻ സ്റ്റോറീസ് ഒന്നും എഴുതാൻ പറ്റത്തില്ല. കാരണം ചൊവ്വയിലും ചന്ദ്രനിലും നിൽക്കുന്ന കാര്യം മനുഷ്യന്റെ കാര്യമല്ലേ. ഒരു കാര്യം പറയാം. ഭാഷാഭൂഷണി ഒരിക്കലും ഒരു സയൻസ് ഫിക്ഷൻ ഈ അടുത്താണ് കുറച്ചടുത്താണ് ഒരു സയൻസ് ഫിക്ഷൻ മത്സരം നടത്തിയായിരുന്നു. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 12 കഥകളെ കണ്ട് അവര് സെലക്ട് ചെയ്തു, പബ്ലിഷ് ചെയ്തു. അവരുടെ ആ ഒരു എഡിഷൻ ഫുൾ സയൻസ് ഫിക്ഷൻ കഥകളായിരുന്നു. അതിലൊരു 3 കഥയൊഴിച്ച് 3-4 കഥയൊഴിച്ച് ബാക്കിയൊക്കെ സയൻസ് എന്താണെന്ന് അറിയാത്ത രീതിയിൽ, അതായത് സയൻസിനോട് ഒരു പ്രതിബദ്ധതയില്ലാതെ ഒരു സയൻസ് ഫിക്ഷന്റെ ഒരു അറ്റ്മോസ്ഫിയർ അതുപോലും പറയാൻ പറ്റില്ല. പലർക്കും അതൊരു മാജിക് അല്ലെങ്കിൽ ഫാന്റസി പോലെയാണ്. എനിക്ക് പലരും ആർതർ സി ക്ലാർക്കിന്റെ ആ കോട്ടിനെ ഇത് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അതായത് any distinguishable, advanced technology is closer to magic. Indistinguishable from magic. അത് പറയുന്ന സംഭവമാണ്. അതേ ഒരു രീതിയിലാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷെ വളരെ എന്താ പറയാ ബോധപൂർവമല്ലാതെ അവർക്ക് വന്നുപോയതാണ്. കാരണം ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അറിയാത്തൊരു സയൻസ് ഫിക്ഷൻ ഒക്കെ എഴുതി കളഞ്ഞു അങ്ങനത്തെ ആളുകൾ. ഈ പറഞ്ഞ വ്യക്തി തന്നെ എന്തോ തദ്ദേശീയ കഥകളെ കുറിച്ച് പുള്ളിക്കൊരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. വി സീം ടു ബി റൈറ്റിംഗ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ദറ്റ് ആർ റൂട്ടഡ് ഇൻ പർട്ടിക്കുലർ റീജിയൻസ്. എല്ലാവർക്കും അച്ചടി ഭാഷയിൽ കഥ എഴുതണം എന്ന് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം ഒരു കഥ ഞാൻ വായിക്കുമ്പം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഉറക്കപ്പിശാശിൻ്റെ പ്രമിസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു തുരുത്ത് ഭാഗത്ത്, ആലപ്പുഴ ബിറ്റ്വീൻ കൊച്ചി ആലപ്പുഴയുടെ ഇടയിലുള്ളൊരു തുരുത്ത് ഭാഗം ആണ് അതിൻ്റെ ഇത്. അപ്പം അവരുടെ ഭാഷയൊക്കെ ഇറ്റ് ഈസ് നോട്ട് കൊച്ചിയിലുള്ള ഭാഷയുമല്ല ആലപ്പുഴ, പക്ഷെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഷയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ നമുക്ക് ആ റീജിയനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവുന്ന ഒരു ഇതാണ്. തിരുവനന്തപുരത്ത് നിന്നൊരു കഥ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരുവനന്തപുരം ഭാഷ അല്ലാണ്ടുള്ള വേറൊരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വൈ നോട്ട്? ഇപ്പം കണ്ണൂർ നമ്മൾ കല്യാണിയും ദാക്ഷായണിയും കണ്ണൂർ ഭാഷയിൽ എഴുതിയേക്കുന്ന കഥയാണത്. അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം തുടങ്ങുമ്പോൾ, നമുക്ക് ശീലമില്ലാത്തൊരു ഭാഷയായതുകൊണ്ട്. പക്ഷെ ഇവൻച്വലി അതിൻ്റെ ആ താളത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഭാഷ കംപ്ലീറ്റ്ലി ട്രാൻസ്ലൂസന്റ് ആവുകയാണ്. വി സീ ദ പ്ലോട്ട് ത്രൂ ദ ലാംഗ്വേജ്. നമ്മൾ ആ ലാംഗ്വേജ് വ്യത്യാസം അറിയുന്നില്ല പകുതി എത്തി കഴിയുമ്പോൾ. ഒരു പകുതിയല്ല, ഒരു 10-15% നമ്മൾ വായിച്ചു കഴിയുമ്പോൾ പിന്നെ അതങ്ങ് പിന്നെ ഡിസപ്പിയേഴ്സ്. ആൻഡ് ഐ തിങ്ക് ആസ് ക്രിട്ടിക്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കഥകൾ ബാക്കി ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുമോ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, എ ബുക്ക് ഡിൻ വർക്ക് ഫോർ മീ എന്ന് എനിക്ക് പറയാം. അതിലുള്ള എന്താ പറയുക, എറേഴ്സ് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം, ഇന്ന റീസൺ കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ അല്ലാണ്ട് അച്ഛ ഇതെന്ത് പച്ച ബുക്കാണ്, ആരും വായിച്ചു പോകുന്നത്, ഇതൊക്കെ ഇതിന് ഇങ്ങനത്തെ പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലല്ലോ നമുക്ക് എന്നുള്ള തരത്തിലുള്ള വർത്തമാനമൊക്കെ, അതൊക്കെ ഇത്തിരി യുനോ. എല്ലാ പുസ്തകത്തിനും അതിൻ്റെതായ വായനക്കാരുണ്ട്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കറക്റ്റ്. It seeks and finds the like-minded people, the people whose thought process is in the same rhythm. എനിക്കത് ആകെ ഒരു ജെനുവിൻ പ്ലജറിസം കേസ് എൻ്റെ അറിവിൽ വാസ് മറ്റേ കാവ്യ വിശ്വനാഥൻ്റെ ബുക്ക് മാത്രമാണ് എൻ്റെ അറിവിലൊരു എന്താണത്? പ്രോപ്പർ ഞാൻ കേട്ടിട്ടില്ല. പ്ലജറിസം. ഞാൻ കേട്ടിട്ടില്ല. ഒപ്പൽ മെഹത്ത ഓ എന്തോ 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 ഒരു അല്ലല്ല, ഒരു ഹൗ സെന്റൻസ് ആണത്. ഓപ്പൽ മെഹത്ത ഗോട്ട് കിസ് ഗോട്ട് വൈൽഡ് ആൻഡ് ഗോട്ട് ലൈഫ്. അതിനെന്താണ് പറ്റിയത്? എന്താ സംഭവം? ആ ഓക്കെ ഓക്കെ, ഞാൻ പറയാം. ഉം. Unless later I want to talk about it. ഇല്ല, ഞാൻ പറഞ്ഞു. I am the ഞാൻ answer. I am the വായിച്ച answer. പുസ്തക. ഓക്കെ ഓക്കെ. സോ ഇത് ഇറങ്ങിയത് ഏകദേശം 2006-ലാണ്. ഞാൻ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയ സമയത്താണ്. 2004-ലാണ് ചേതൻ ഭഗത്തിന്റെ ബുക്കൊക്കെ ഇറങ്ങുന്നത്. 5 Points Someone, വൺ നൈറ്റ് അറ്റ് ദ കോൾ സെന്റർ. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലുള്ള ഒരു ത്രില്ലർ എന്ന് വെച്ചാൽ ഇതൊരു ഇന്ത്യൻ ഓതർ സംവാട്ട് മേക്കിംഗ് ഇറ്റ് ബിഗ്. അപ്പൊ ആ ഒരു ഒരു സമയത്ത് നമുക്ക് ചേതൻ ഭഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ സമയത്ത് വിവരമൊന്നും ഇല്ലല്ലോ. സോ വി കീപ് ചേതൻ ഭഗത്ത് ഓൺ ദ പെഡസ്റ്റൽ. സോ 2006-ല് ന്യൂസ് പേപ്പറിലൊക്കെ ഒരു വാർത്ത ഇങ്ങനെ വന്നിരുന്നു, ഇന്ത്യൻ ഒറിജിൻ ഓതർ ഇൻ US. അതൊരു പെൺകുട്ടിയാണ്. ഒരു ഹാർവേർഡിലെ ഫസ്റ്റ് ഇയർ എങ്ങാണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഷി വാസ് വെരി വെരി യങ്. പുള്ളിക്കാരി നോവൽ അതിന്റെ ബുക്കിന് പുള്ളിക്കാരിക്ക് കിട്ടിയ അഡ്വാൻസോ പൈസ എന്ന് വെച്ചാൽ $5 ലക്ഷം. ഡ്രീം വർക്സിലൊരു ഫിലിം റൈറ്റ്സ് അവർ വാങ്ങിച്ചിരുന്നു. ഒരു ഫിലിം ഒക്കെ പ്രൊഡക്ഷനിൽ തുടങ്ങിയത്. ബുക്കിന്റെ പേര് ഇതാണ്, ഹൗ ഓപ്പൽ മെഹ്ത്ത ഗോട്ട് കിസ്ഡ് ഗോട്ട് എ ലൈഫ്, അങ്ങനെ എന്തോ. ആൻഡ് ദിസ് ബുക്ക് വാസ് കൺസിഡർഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ യങ് അഡൽട്ട് ലിറ്ററേച്ചർ. അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഇറങ്ങിയത്. ഈ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളില് there was sort of a scandal because ഏതോ ഒരു റീഡർ അത് വായിച്ചിട്ട് ഇത് വേറൊരു ഓതറിന്റെ ബുക്സുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ആ ഓതറിന് ഇമെയിൽ. പുള്ളിക്കാരി കുറച്ച് അത്യാവശ്യം ഫേമസ് ആയിരുന്നു, മെഗൻ മെക്കാർത്തി. സ്ലോപ്പി സെക്കൻഡ്സ്, സ്ലോപ്പി ഫസ്റ്റ്, സെക്കൻഡ് ഹെൽപ്പിങ്സ്, അങ്ങനെ 2 ബുക്സ് പുള്ളിക്കാരി എഴുതിയിരുന്ന ആ സമയത്ത്. അതിന് ശേഷവും പുള്ളിക്കാരി കുറെ ബുക്സ് ഇറക്കി. ഈ ബുക്സുമായിട്ടൊക്കെ നല്ല സാമ്യമുണ്ട്. നമുക്ക് വിക്കിപീഡിയ പോയി കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഒരു 40 പാസേജസ് ഇങ്ങനെ കമ്പാരിസൺ ടേബിൾ കൊടുക്കണം. അപ്പൊ അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് സോ സിമിലർ. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് 1-2 വാക്കുകൾ മാറ്റി എന്ന് വേണമെങ്കിൽ പറയും. ആ രീതിയിൽ അത്രയ്ക്ക് ഇതുണ്ടായി. സോ വിത്തിൻ എ ഫ്യൂ വീക്സ് നമ്മൾ കാവ്യ വിശ്വനാഥൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്, പുള്ളിക്കാരി ഈ ലെവലിൽ എത്തിയായിരുന്നു. ഷീ ഡ്രോപ്ഡ് ഔട്ട്. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇനിഷ്യലി ഷീ സെഡ്, ഞാൻ പണ്ട് ഇതൊക്കെയാണ് വായിച്ച് വളർന്ന്, ടീനേജേഴ്സിൽ ഇതൊക്കെയാണ് ഞാൻ വായിച്ചത്. സോ അൺകോൺഷ്യസ്ലി അതിന്റെ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പം ആൾക്കാർ വീണ്ടും ചെയ്യാൻ തുടങ്ങി. ചെയ്തു വന്നപ്പോ they found a lot of coincidences. സൽമാൻ റുഷ്ദിയുടെ ഹാറൂൺ ഓഫ് സീ ഓഫ് സ്റ്റോറീസ് ഇല്ലേ, അതിൽ നിന്ന് 2 പാസേജ് അടിച്ചു പറ്റുന്നുണ്ട്. സോഫി കിൻസലെ അറിയല്ലോ, റൊമാൻറ്റിക് നോവൽസ് ഒക്കെ എഴുതുന്നത്. മെഗ് കാബർട്ട് ഇവരുടെ ബുക്സിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 ഓതേഴ്സിന്റെ ലിസ്റ്റ് കൂടെ വന്നു. ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്ക് ഡ്രീം വർക്സ് അവർ ആ പ്രൊജക്റ്റിൽ പിൻവലിച്ചു.
ലിറ്റിൽ ബ്രൗൺ ആയിരുന്നു അവരുടെ പബ്ലിഷർ. അവർ ആ ബാക്കി ബുക്സ് എല്ലാം പിൻവലിച്ചത് മൊത്തം പൾപ്പ് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഇത് ഈ നടക്കുന്ന സമയത്ത് ഈ വിവാദം വന്നപ്പോൾ ആൾക്കാർ ഇതിന്റെ കോപ്പി തപ്പി നടക്കുക. കാരണം ഓവർ നൈറ്റ് ഇറ്റ് ഗോട്ട് എ ബിറ്റ് എക്സ്പെൻസീവ്. ഉണ്ടാ കയ്യിലുണ്ടാ ഓപ്ഷനിലിട്ടോ ഇമെയിൽ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. സോ എനിക്ക് ആദ്യം ഈ ന്യൂസ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു ഇന്ത്യൻ ഒറിജിൻ ഓതറിന് 5 ലക്ഷം USD എന്ന് പറയുമ്പോൾ അക്കാലത്ത് ലൈഫ് സെറ്റ് മണിയാണ്. Adam, she was going places. Harvard undergraduate. She's brilliant. Like, എന്താ പറയാ, every Indian parent ന്റെ ഡ്രീം ആയിരുന്നു പുള്ളിക്കാരത്തി. Like, she was living her life. The book deal, ഇത്. And it felt like, yes, someone can do it as an Indian. നമുക്ക് representation വരികയാണ് മെയിൻ സ്ട്രീം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ഇപ്പൊ നെവർ ഹാവ് ഐ എവറിലെ ദേവി ഇല്ലേ, നിങ്ങളാരും അതുമാരൊരു ക്യാരക്ടറാണ് ഒപ്പൽ മെഹത്ത. എക്കത്തിനൊരു പ്ലാൻ. പുള്ളിക്കാരത്തിന്റെ കഥ, ബേസിക് കഥ ഇതാണ്. പുള്ളിക്കാരത്തിക്ക് പോപ്പുലർ ആവണം, ഈ ഫസ്റ്റ് കിസ് വേണം, പിന്നെ എന്തൊക്കെയോ ഹാർവേഡ് കയറണം, അങ്ങനെ കാര്യങ്ങൾ. സെയിം സ്റ്റോറിയാണ്, വെരി സിമിലർ പ്ലോട്ട് ലൈനാണ് നെവർ ഹാവ് ഐ എവറും. നോട്ട് എക്സാക്ട്ലി അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇത് ഞാൻ ഇൻഫോസിസ് ബാംഗ്ലൂർ നമ്മുടെ സ്ട്രാൻഡിൽ നിന്നിട്ട് മേടിച്ച പുസ്തകമാണ് ഇത് കേട്ട് ഈ പറഞ്ഞമാതിരി ഇങ്ങനെ ഒരു ഓത്തറിൻ്റെ ബുക്ക് ഉണ്ട്. ആൻഡ് ഇറ്റ് ഫെൽറ്റ് ഗുഡ് റീഡിങ് ദ ബുക്ക്. ആൻഡ് ദ ബുക്ക് വാസ് ഗുഡ്. അതാണ് അതിൻ്റെ ഏറ്റവും തമാശ. നല്ലൊരു പുസ്തകമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പതക്കോന്ന് പറഞ്ഞിട്ട് ഈ കഥ മുഴുവൻ പുറത്തു വന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഐ തിങ്ക് പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട്, ഒരുപാട് വർഷം കഴിഞ്ഞിട്ട്, ഐ വെന്റ് അറൗണ്ട് ലുക്കിംഗ് വാട്ട് ഹാപ്പൻ ടു കാവ്യ വിശ്വനാഥൻ ആഫ്റ്റർ ഓൾ ദിസ്. എന്താ സംഭവം? തിങ്ക് ഷീ എൻഡഡ് അപ്പ്, ഷീ ഡിഡ്ന്റ് ഗോ ടു ഹാർവർഡ്, ബട്ട് പുള്ളിക്കാരി വേറെ എന്തൊരു നല്ല കോളേജിൽ തന്നെ പഠിച്ചു. ഷീ മേഡ് ഇറ്റ് ഇൻ ലൈഫ്. ഷീ സ്റ്റിൽ കണ്ടിന്യൂഡ് ഇൻ ഹാർവർഡ് അല്ലേ? വിത്ത് ഹാർവർഡ്? ഞാനത് സെർച്ച് ചെയ്തു. ഓ, ഷീ ഡിഡ്? പുള്ളിക്കാരി ഹാർവർഡ് ഫിനിഷ് ചെയ്തു. ബട്ട് there was a tragic incident. പുള്ളിക്കാരുടെ പേരൻസ് ഡോക്ടേഴ്സ് ആണ്. വെരി റിച്ച് പീപ്പിൾ, ഡോക്ടേഴ്സ്. ഫാദറിന് ആക്ച്വലി പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളതാണ്. സോ ദേ ഹാവ് their own aeroplane, അല്ലെങ്കിൽ ചാർട്ടേഡ് എയറോപ്ലെയിൻ ആയിരിക്കും. He piloted that aeroplane and it crashed. So both her parents Killing the died. mother. Both of them. She's the only child also. It's quite tragic ആയിരുന്നു അത്. So because of this, and even ആ ചരമ ന്യൂസ് വന്നപ്പോഴും ഈ കാവ്യ വിശ്വനാഥന്റെ അതേ പഴയ കള്ളക്കഥയൊക്കെ എടുക്കും. അപ്പം ഷീസ് കീപ്പിംഗ് എ വെരി ലോ പ്രൊഫൈൽ. മോശമാണ്, ബട്ട് സംവേർ വി ഫീൽ സാഡ്. The thing is, എന്താ പറയണേ, at some point in your life, right, you make bad choices. She was right? 18, 19. അതാണ് അതിന്റെ. She was That's the thing. very young. You make bad choices, and the sad part is you get judged for it for the rest of your life. ഒരു ക്ലാസിക് എക്സാമ്പിൾ ദീപ നിശാന്ത് ആണ്. അഗെയിൻ ഈ ഐ അബ്സല്യൂട്ട്ലി ലവ്ഡ് ഹെർ റൈറ്റിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിന്റെ ഓർമ്മക്കുറിപ്പുകളും ഭൂതകാലക്കുള്ളരുകൾ, റൈറ്റ്, അതൊക്കെ നല്ല രസമുള്ള എഴുത്തായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഒരു ഇടതുപക്ഷ ചായവുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഫെയിലിയർ ആളുകൾ എടുത്തങ്ങ് ആഘോഷിച്ചു. അതാണ് സംഭവിച്ചത്. ഞാൻ പുള്ളിക്കാരത്തിന്റെ ഫേസ്ബുക്ക് നോട്ട്സ് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ചില കോളേജിൽ നടക്കുന്ന കഥകളും കോളേജിൽ പുള്ളിക്കാരത്തി പരിചയപ്പെടുന്ന ആളുകളും വളരെ ഫീൽ ഗുഡ് നോട്ട്സ് പുള്ളിക്കാരത്തി എഴുതുമായിരുന്നു. അതാണ് ഇവൻച്വലി ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തതും. ചില തമാശ കഥകളുണ്ട്. കുട്ടിക്കാലത്ത് എന്തോ അമ്മാവന്റെ വീട്ടിലേക്ക് പോയൊരു കഥയുണ്ട്. അവിടെ നിന്ന് ബേക്കറി സാധനങ്ങളൊക്കെ എടുത്ത്, അമ്മാവന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, അവിടെ നിന്ന് പോയി ബേക്കറി സാധനമൊക്കെ എടുത്ത് അമ്മയുടെ അടുത്ത് അടി കിട്ടിയ കഥയും. പക്ഷെ നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എഴുത്തും നമ്മുടെയൊക്കെ കുട്ടിക്കാലമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഏജിന്റെ ഉണ്ട്. അത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഓത്തറായിരുന്നു. ഐ വാസ് വെരി വെരി ഡിസപ്പോയിന്റഡ് വെൻ ദിസ് കെയിം ഔട്ട്. കാരണം ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കവിത എഴുതിയില്ലെങ്കിൽ എഴുതിയില്ല എന്നല്ലേ ഉള്ളൂ. വേറൊരാളുടെ പേരിൽ കവിത എന്തിനാ നമ്മുടെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഷീ ഡിഡ്ന്റ് നീഡ് ഇറ്റ്. ഷീ വാസ് ടാലന്റഡ്. മേ ബി ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ തോന്നിയ കാണിച്ചു. എന്താ പറയണേ, സി ദ തിങ് ഈസ്, നമ്മള് ഇത് ഞാൻ ജീവിതത്തിൽ ശരിക്കും പഠിച്ച ഒരു കാര്യമാണ്. ഐ സീൻ ദിസ് മൾട്ടിപ്പിൾ ടൈംസ്. എൻ്റെ ജോലിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന ഹോബീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
നമുക്ക് ഒരു സക്സസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ബിൽഡ് എ പ്രസൻ അറൌണ്ട് ദാറ്റ് സക്സസ് ഫോർ അവർ സെൽഫ്സ്. നമുക്ക് പിന്നെ യു കനോട്ട് ഗോ ലെസ് ദാൻ ദാറ്റ് എന്നൊരു തോട്ട് പ്രോസസ് വരും. യു ഓൾവേസ് ഹാവ് ടു കോൺസ്റ്റന്റ്ലി ഡു ബെറ്റർ. ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മൾ മുകളിലോട്ട് പോകണം, ഇതിനേക്കാളും കൂടുതൽ വരണം. അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ആ പ്രഷറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നുപോയ ഒരു സംഭവമായിരിക്കാം. അടുത്ത കണ്ടന്റ് എവിടുന്നാണ് വരുന്നത് എന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ചെയ്തു പോയതായിരിക്കാം. പക്ഷേ ദ ട്രൂത്ത് ഇസ് ദിസ്. എനിക്ക് തോന്നുന്നു നമ്മൾ എനിബഡി സക്സസ്ഫുൾ ഹാസ് ടു അഡ്മിറ്റ് ദാറ്റ് ദിസ് ഇസ് ഓൾ ട്രാൻസിയൻറ്റ്. എത്രയും നല്ല ഏറ്റവും ലാൽ ജോസ് ഫോർ എക്സാമ്പിൾ മലയാളം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പോപ്പുലർ ഡയറക്ടേഴ്സ് ആയിരുന്നു. യു സോ ഹൗ ഹിസ് മൂവി ക്വാളിറ്റി. കമൽ ഇത്രയും നല്ല പടങ്ങൾ എടുത്ത കമലാണ് പോയി ക്യാറ്റ് ആൻഡ് മോസ് പിടിച്ചത്. അപ്പോ ദ ട്രൂത്ത് പോട്ട് മണിരത്നത്തിന്റെ ഇപ്പോഴത്തെ പടങ്ങളും പണ്ടത്തെ പടങ്ങളും നമുക്ക് കമ്പയർ ചെയ്താൽ തന്നെ അറിയാം ക്വാളിറ്റി ഡിഫറൻസ്. സോ ദ ട്രൂത്ത് ഇസ് ദാറ്റ് യു വിൽ നെവർ, എവറിഥിങ് ഇസ് ട്രാൻസിയന്റ്. യു വിൽ നെവർ കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് സംതിങ് അറ്റ് ദ സെയിം ക്വാളിറ്റി. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ ബിക്കം ലെസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ക്രിറ്റിസിസം നേരിടാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. യു ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ് ദാറ്റ് യു ആർ നോട്ട് ഇൻഫാളിബിൾ. പുള്ളിക്കാരി അത് കണ്ടുപിടിച്ചപ്പോൾ ഒരു അപ്പോളജി കൊടുത്തില്ല ഒറിജിനൽ പോയത്. ആ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതിനുശേഷം ഞാൻ She did eventually. No, no. Eventually she apologized. ഓക്കെ I don't think- അവസാനം എനിക്ക് പറഞ്ഞത് തോന്നുന്നു. എന്റെ ഓർമ്മ പുള്ളിക്കാരത്തി ലാസ്റ്റ് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് ഉം. എനിക്ക് വേണ്ടി തന്നതാണ്, അവരെഴുതിയതാണ്, നിന്റെ പേജിൽ ഇട്ടോളൂ, നിന്റെ പേരിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. ഉം, അങ്ങനെ. പേഴ്സണലി അതെനിക്ക് വളരെ സാറ്റിസ്ഫാക്ടറി ആയ ഒരു എക്സ്പ്ലനേഷൻ ആയെന്ന് തോന്നിയില്ല. ഇല്ല. But it was a long while ago. You don't need to carry that stigma for the rest of your life. People do mistakes. ഈ പറയുന്നവരാരും എല്ലാവരും ചില്ലുമേടകളിലിരുന്ന് കല്ലെറിയുന്നവരാണ്. ഐ മീൻ ഏയ്, അത് ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഡസന്റ് ടേക്ക് മച്ച് ടു ബി കൈൻഡ് ഈവൻ ടു പീപ്പിൾ ഹൂ ഡിഡ് മിസ്റ്റേക്സ്. ഈ കോട്ട് കോപ്പി അടിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, അല്ല ഇമ്മ റീഡർ സ്ക്വയറിനകത്ത് ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി എല്ലാവരുടെയും ഇതുപോലെ പോപ്പുലർ ഫിക്ഷനെയൊക്കെ വലിച്ചു കീറാനും അതൊക്കെയാണല്ലോ അന്നത്തെ പോപ്പുലർ പരിപാടികൾ. കാരണം എഴുതുന്നവരുടെ പുസ്തകങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചൊരു പോസ്റ്റ് ഇടും. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിന് ഭയങ്കര ഇതായിരിക്കും, അതിന് ഭയങ്കര റീച്ച് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളി കുറച്ച് ലേൺഡ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു. പുള്ളി പല മറ്റേ ബുക്ക് സിനിമയെ പറ്റി ഒക്കെ ഭയങ്കര റിവ്യൂസ് ഒക്കെ ഇടുമായിരുന്നു. പുള്ളി ഒരിക്കല് കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിറിന്റെ അതോ സെക്കൻഡ് ബുക്കാണോ, പുള്ളിക്ക് 2 ബുക്ക് ഉണ്ടല്ലോ, ഇതിന് ഏതിന്റെ ഒരു റിവ്യൂ ഇട്ടു. റിവ്യൂ ഇട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഫ്രണ്ടാണ് ഈ മനുഷ്യൻ. അപ്പൊ ഭയങ്കര വലിയ അടുത്ത കൂട്ടുകാരിയാണ്. പുള്ളിയുടെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും, ഫോട്ടോസ് ഒക്കെ. അതിന് കയറി ആൾക്കാരങ്ങ് അലക്കി. അത്രയും നേരം പുള്ളിയുടെ കൂടെ നിന്നവരൊക്കെ കയറി അങ്ങ് റീഡർ സ്ക്വയറിനകത്ത് കയറി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇയാള് കുറെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കി, കുറെ പേരെ ഡിഫെൻഡ് ചെയ്തു. കുറച്ചുപേര് ഈ പേരില്ലാത്ത പ്രൊഫൈലിൽ നിന്ന് പുള്ളി ചീത്ത വിളിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് ഫ്രണ്ടാണല്ലോ, അപ്പൊ ആ വിവാദമൊക്കെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അതൊക്കെ പതുക്കെ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു തോന്നി പോസ്റ്റ് കണ്ടപ്പോ. അതായത് ഈ പറഞ്ഞ മറ്റേ കവിതയുടെ മോഷണമായിരുന്നു മെയിൻ വിഷയം. പുള്ളി പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഈ ആ ബുക്കിനെ പറ്റിയാ പറയുന്നത്, അപ്പൊ ഇത് എവിടെ നിന്ന് കോപ്പി അടിച്ചായിരുന്നു ആർക്കറിയാന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റുകൾ വന്നോണ്ടിരുന്നത്. പുള്ളിക്കാരത്തിന്റെ ഫസ്റ്റ് ബുക്ക് വായിച്ചറിയാം, പുള്ളിക്കാരത്തേക്ക് എഴുതാൻ അറിയാവുന്ന ഒരാളാണ്. സംശയമില്ല. സ്മോൾ ഷോർട്ട് ഫോർമാറ്റ്സ് ആണ് പുള്ളിക്കാരത്തിന്റെ ഞാൻ വായിച്ചേക്കുന്നതിൽ. വളരെ കറക്റ്റ് നല്ലൊരു ആർക്കിൽ പോയി ഇങ്ങനെ എന്റെ തുടങ്ങി അമ്മയ്ക്ക് നല്ലൊരു പീക്കിൽ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തെ. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തെ. പിന്നെ ലെഫ്റ്റിസ്റ്റ് ആയി ഉണ്ടെന്നുള്ള ഒരു കുറ്റമാണോ ഈ നാട്ടില്, എനിക്കറിഞ്ഞൂടാ. കുറ്റമാണ് Like- കുറ്റം, അതാണല്ലോ പ്രശ്നം, അതാണ് കുറ്റം. പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആണ് പ്രശ്നം എപ്പോഴും. അയാൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല. People can affiliate with anything, no, but does that take away from their talent as an author എന്നുള്ളത്? അതൊരു അല്ലെങ്കിൽ ഇപ്പം ഓപ്പർച്യൂണിറ്റി ആയിട്ട് സുരേഷ് എടുക്കുന്നു, ഗോപി, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നു. ആർട്ട് വേഴ്സസ് ആർട്ടിസ്റ്റ് അഗൈൻ. അല്ല ഞാൻ പറയാണ്, എല്ലാം ആർട്ടിസ്റ്റിന്റെ എല്ലാ പഹലും എല്ലാ സൈഡും, അയാളുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ, അയാളുടെ മോറൽ സൈഡ് എല്ലാം കൂടി ഒന്നിച്ചെടുത്തിട്ടാണ് ഇവിടെ പലരും ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോ സുരേഷ് ഗോപി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. ഭയങ്കര എന്താ പറയുക, ടാലന്റഡ് ആക്ടറാണ്. വൺ ഓഫ് ദി ബെസ്റ്റ്
അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആണ് ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം. പുള്ളിനെ ഇപ്പോ ട്രോൾ ചെയ്യുന്ന കണ്ടാലും പുള്ളിയുടെ മക്കളെ ട്രോൾ ചെയ്യുന്ന കണ്ടാലും അതൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത്. എല്ലാവരുടെയും കാര്യത്തിലും പുള്ളി എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും പുള്ളിയുടെ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലും പുള്ളിക്ക് അങ്ങനെ പുള്ളിയുടെ മക്കളുടെ കാര്യം പറഞ്ഞപ്പോ അത് ട്രോൾ ചെയ്തേ പറ്റും. നമ്മൾ 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 പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല ഗുണ്ടകളല്ല. നമ്മൾ അത് അത് ഗുണ്ടകളാണ്. അത് ആ അത് ചെറുക്കന്റെ കേട്ട് വേറെ പറഞ്ഞു. കോൺഫിഡൻസ് അതൊക്കെ വേറെ കേസ് സ്റ്റഡി ആക്കണം. എക്സാക്ട് അത് ഒരു ഇച്ചിരി കോൺഫിഡൻസ് ഇച്ചിരി കൂടുതലാണ്. ഒരു ഓൾമോസ്റ്റ് ബോർഡറിങ് ഓൺ ടണ്ണിങ് ഷുഗർ. പറഞ്ഞിട്ട് കാര്യമില്ല. കോട്ടെ ഈ കോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്റെ കോളേജിൽ വെച്ചിട്ട് ഞങ്ങള് ഈ അന്ന് മറ്റേ ബട്ടി സിം ആയിരുന്നു, മറ്റേ നമ്മുടെ ഐഡിയയുടെ ഒരു സിം ഉണ്ടായിരുന്നു. ഒരു പൈസക്ക് SMS, ഉം. അല്ല ഒരു പൈസക്ക് കോൾ ഫ്രീ SMS കഗ്ഗിന് ക്ലോസ് യൂസർ ഗ്രൂപ്പിനകത്ത്. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു കൊടുമ്പിരി കൊണ്ട പ്രേമം ഉണ്ടായിരുന്നു എന്റെ സുഹൃത്ത്, എന്റെ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ. അപ്പൊ ഇവനാണെങ്കിൽ അവളുടെ അടുത്ത് പോയി കുറെ കാര്യം പറയുന്നു. അവള് പറയുന്നു ഒരിക്കലും നമ്മള് ശരിയാവില്ല, കാരണം പ്രായം കൊണ്ട് അവള് ഇച്ചിരി മൂത്തതാണ്, ഹൈറ്റ് ഡിഫറൻസ് വരെ ഉണ്ട്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവൻ നാട്ടിൻപുറത്തുകാരൻ, അവര് മറ്റേ അവള് സിറ്റിയിലുള്ള, അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, ശരിയാവില്ല എന്ന് പല വട്ടമായി പറയുന്നു. അപ്പൊ ഇവൻ വളരെ മനസ്സിൽ തട്ടിയിട്ട് എനിക്കൊരു സാധനം എഴുതണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നു. ഞാനാണെങ്കിൽ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസിലെ ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ലൈൻ, ഹൗ കുഡ് ഐ അല്ല, ഐ ലവ് ഹർ, ഐ ലവ് ഹർ അഗൈൻസ്റ്റ് ഹോപ്പ് ഹാപ്പിനെസ്, അഗെയിൻസ്റ്റ് അഗൈൻസ്റ്റ് ഹോപ്പ്. ഹോപ്പ്, against despair, against all restrictions that could be എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ, അതെടുത്ത് ഞാൻ ഐ ലവ് യു ആക്കി അവനങ്ങ് കൊടുത്തു. അവൻ അയച്ചു. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത്, ഒരു വെക്കേഷൻ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എടാ അത് കണ്ടോ നീ, ഇവനെ എഴുതിയതായിരിക്കും, എനിക്കിത് വായിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, മനസ്സിൽ തട്ടി എഴുതിയതായിരിക്കും. And they got married. മനസ്സിൽ തട്ടി ആരെഴുതി? ആയിരിക്കും മനസ്സിൽ തട്ടി പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ള. എന്നെങ്കിലും പറഞ്ഞോ അവരുടെ അടുത്ത്? അവർക്കറിയോ? They got separated as well, so അയ്യോ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. But yeah. So, മഹാഭാവി. ചിലപ്പോ ഇന്നും ഒരു നല്ല ഓർമ്മ ആ മെസ്സേജ് ആയിരിക്കും, കളയണ്ട. അതിനൊന്നുമില്ല, അവിടെ എത്തി കൊടുത്തതാണ്. കോപ്പി ചെയ്യുന്ന കാര്യം എന്തോ പറഞ്ഞതാണ്, ഞാൻ ബുക്ക് കോട്സിന് വേണ്ടി വെച്ചേക്കുമായിരുന്നു, പക്ഷെ ഇവിടെ കിടക്കട്ടെ. ഇരിക്കട്ടോ കേട്ടോ. കൊള്ളാം. ഞാൻ നേരത്തെ കാവ്യ വിശ്വനാഥന്റെ കാര്യം പറഞ്ഞു, ഒരു കാര്യം ആഡ് ചെയ്യും. ഇപ്പം ഈയിടെ അറിയാൻ പറ്റിയൊരു ഇന്റർനെറ്റ് തിയറിയാണ്. ആ ഒരു ബുക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ, ബിക്കോസ് അത് കുറച്ച് ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആയിട്ടാണ് ആൾക്കാർ കൺസിഡർ ചെയ്തത്. ബിക്കോസ് കാവ്യ വിശ്വനാഥൻ പുള്ളിക്കാരി അത് എഴുതിയത് ഹാർവർഡിലെ ഫസ്റ്റ് ഇയറിൽ വെച്ചാണ്. അപ്പം ഒരു തിയറി ഇതാണ്, ഹർ പേരൻസ് ഹാവ് ആക്ച്വലി കൺസൾട്ടഡ് വിത്ത് ഐവി വൈസ്. അതൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആണ്. അവര് ന്യൂയോർക്കിലെ നഴ്സറി സ്കൂള് മുതൽ ഇതേപോലെ ഐവി ലീഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള പിള്ളേരെ കോച്ച് ചെയ്യുക, അങ്ങനെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരാണ് ആക്ച്വലി പുള്ളിക്കാരിക്ക് ഈ ഒരു സംഭവം, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തു. So they had a deal with a book packaging company called Alloy Entertainment. Book packaging എന്ന് വെച്ചാൽ they will help you with the plot നമ്മൾ ഏതാണ് ട്രെൻഡ് ആയിട്ട് നടക്കുന്ന സംഭവം, and they will get you a ghost writer. ഒരു ഗോസ്റ്റ് റൈറ്റർ ആണ് ഇത് എഴുതിയത്. അപ്പൊ ഗോസ്റ്റ് റൈറ്ററിന്റെ ജോലി എളുപ്പമാകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റി കൊടുത്തു. ക്രിക്കും റിങ്സ് എ ബെൽ അല്ല, റിങ്സ് എ ബെൽ എന്ന് പറഞ്ഞത് നേരത്തെ ക്രിക്കും ഗോസ്റ്റ് റൈറ്റർ ആയിട്ട് എഴുതി കൊടുത്ത കാര്യം പറഞ്ഞത്. ഓ അത് ഞാൻ വിചാരിച്ചു വേറെ ഏതോ. ഞാൻ ഒരു വട്ടം മാത്രമല്ല ഈ ഓട്ടോഗ്രാഫിനകത്തൊക്കെ അടിച്ചു വിടുന്ന കുറെ സംഭവങ്ങൾ സ്ഥിരം ഏർപ്പാടാത്. പുഞ്ചിരിക്കുന്ന പൂവിലും ഉണ്ട് വഞ്ചനയുടെ ലാഞ്ചന. ഓട്ടോഗ്രാഫിലെ സ്ഥിര സാധനം എടുത്തു. പഴയ ഓട്ടോഗ്രാഫുകളായിരുന്നു ഇതൊക്കെ ഇതിന്റെയൊക്കെ. അപ്പൊ ഒരു തവണ കോട്ടാടാ എവിടെ കിട്ടുന്നത്.
ഇത് പലയിടത്തുനിന്ന് ഞാൻ മോഷ്ടിച്ച് സൂക്ഷിച്ചേക്കുന്നത് അത്. അമ്മാവനുണ്ട്, ചിറ്റപ്പനുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അവരുടെ ഫോട്ടോഗ്രാഫുകൾ കയ്യിലുണ്ടല്ലോ. റെഫറൻസ് മെറ്റീരിയൽ കയ്യിൽ ഇഷ്ടംമാരെ കിട്ടുന്നു. അടിച്ചു മാറ്റിയാൽ എന്താ, നന്നാക്കി എടുത്തില്ലേ? ആര് അവസാനം ഹലോ ഡിയർ എന്നെഴുതിയതും വിത്ത് ലവ് എന്നെഴുതിയതാണോ? കസ്റ്റമൈസേഷൻസ് ഇൻക്ലൂഡഡ്. ഈ ഷേക്സ്പിയർ കുറെ സംഭവങ്ങൾ ഇതുപോലെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആരോപണമുണ്ട്. അപ്പൊ അതിനകത്ത് അതിനെക്കുറിച്ച് ലിറ്റിൽ ബുക്ക് ഓഫ് പ്ലേജറിസം എന്ന് പറഞ്ഞിട്ട് റിച്ചർഡ് പോസ്നർ എഴുതിയൊരു ബുക്കുണ്ട്. അപ്പൊ അതിനെ പുള്ളി എഴുതിയേക്കുന്നൊരു വരി ഇതാണ്: ഇഫ് ദിസ് ഇസ് പ്ലേജറിസം, വി നീഡ് മോർ പ്ലേജറിസം. കമ്പയർ ചെയ്ത് പുള്ളി പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ സർ തോമസ് നോർത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ, പ്ലൂട്ടാർക്കിന്റെ ദ ലൈഫ് ഓഫ് മാർക്ക് ആൻഡ്രി എന്ന് പറയുമ്പോൾ അതിൽ കുറെ പാസേജസ് ഷേക്സ്പിയർ അടിച്ചു മാറ്റിയിട്ട് പുള്ളിയുടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര ഇട്ടിട്ടുണ്ട്. ബട്ട് in the process he has made it much more beautiful. So Same class window. same class window, അതൊക്കെ അടിച്ചു മാറ്റാം. But give something, give your own flavor to it. അത് സ്റ്റീഫൻ കിങ്ങിന്റെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റീഫൻ കിങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല കഥകളും പുള്ളിയുടേത് പുള്ളി ആ ക്യാരക്ടറിനെ ഒരു പോപ്പുലർ ക്യാരക്ടറിനെ എടുത്ത് പുള്ളി എഴുതുന്നതാണ്, അല്ലെങ്കിൽ ഒരു ട്രോപ്പ് എടുത്ത് എഴുതുന്നതാണ്. ബൂഗിമാൻ ഫോർ എക്സാമ്പിൾ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബൂഗിമാൻ പുള്ളി ഒരു എക്സിസ്റ്റിംഗ് ഒരു ലോറാണ്. സോ യു ടേക്ക് ദാറ്റ് ലോർ ആൻഡ് ക്രിയേറ്റ് ആൻ ഇന്റർപ്രിട്ടേഷൻ ഔട്ട് ഓഫ് ഇറ്റ്. അത് പക്ഷെ നമ്മുടെ ഇപ്പോ ഈ പറഞ്ഞ പോലെ റീടെല്ലിങ്സ് അല്ലേ, അതായത് നമ്മുടെ ലോക അല്ലേ, അതുപോലെ ഈ ഗെയിം ജംഗിൾ ബുക്ക് ഗ്രേവ്യാർഡ് ബുക്ക് ആക്കി. മറ്റേ സീരിയൽ കില്ലർ കാറിൽ പോകുന്ന സ്ത്രീയും ഹൈവേയിൽ കൂടി കാറിൽ പോകുന്ന ഒരു സ്ത്രീയുടെ പിന്നിൽ സീരിയൽ കില്ലർ ഇരിക്കുന്ന ക്രീപ്പി പസ്ത. അത് you've read like a few versions of it. പക്ഷെ ഈച്ച് വേർഷൻ ഇസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അതുമാതിരി മറ്റേ ആ ബേബി സിറ്ററിന് രാത്രി കോള് വരുന്ന സിനിമ, അത് തന്നെ എത്ര ഉണ്ട്, എത്ര പല വെർഷൻസ്, പല രൂപത്തിൽ, പാവത്തിൽ. ഓരോ അർബൻ ലെജൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അർബൻ ലെജൻസ് നമുക്ക് എന്തുകൊണ്ടാണ് ക്ലിക്ക് ആകുന്നത്? ഇതെല്ലാം കോഷണറി ടേൽസ് ആണ്. സോ അത് ശരിക്കും ആൾക്കാരെ ലാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ അർബൻ ലെജൻസ് ആകുന്നത്. It's an immediate hook. That's why we have the same trope over and over. Okay, break it. Cabin roads. Yes. ഐ മീൻ എനിക്ക് തോന്നുന്നു വി ആർ ഡൺ, റൈറ്റ്? ഇനിയും കാര്യമായിട്ട് ഇതിൽ പറയാനൊന്നുമില്ലല്ലോ. ഇനിയൊന്നുമില്ല. അതെ, വൈ ഫ്ലോഗ് ദ ഡെഡ് ഹോഴ്സ് അഗൈൻ. അല്ല, മലയാളത്തില് ബാക്കി കുറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാൻ. ഉണ്ടോ? ഇനിയുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റിയിട്ടൊരു ഇതൊരു അലിഗേഷൻ ഉണ്ട്. റീസെന്റ് ഒരു ബുക്ക് ഒരു ക്ലബിൽ വന്നപ്പോ അതിനകത്ത് വന്നു, ഞാൻ ബുക്ക് എടുത്തു വെക്കാൻ മറന്നുപോയി, കാരണം അത്രയും വായിച്ചിട്ടില്ല. പുള്ളിയുടെ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നുമല്ല, ഈ പൊളിറ്റിക്കലായിട്ട് വരുന്ന സാധനങ്ങളില്ലേ, അങ്ങനെ ഏതോ ഒരു കഥയുടെയോ എന്തോ ഭാഗമാണെന്ന് തോന്നുന്നു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറ്റിയാൽ ഷെയർ ചെയ്യാം. അത് നമുക്ക് വീഡിയോയുടെ ലിങ്ക് ആയിട്ട് എങ്ങനെ ഇടാൻ പറ്റും, ഞാൻ അതിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തില്ല. അതൊരു ബുക്കിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പുള്ളി ഒരുപാട് വായിക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ വന്നിരിക്കാം എന്ന് പറയുന്നുണ്ട്. ചിലതൊക്കെ അബ്സല്യൂട്ട് കോയിൻസിഡൻസുകളാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12th March 1951 സെയിം എക്സാക്ട് ഡേ, 2 ഭൂഖണ്ഡങ്ങളിൽ ഒരേ പേരുള്ള 2 കോമിക് സ്ട്രിപ്പുകളുണ്ട്. ഡെനിസ് ദ മെനസ്. US അത് ഡെനിസ് ദ മെനസും UK അത് ഡെനിസ് ദ മെനസ് ആൻഡ് നാഷർ എന്ന് പറഞ്ഞിട്ട് 2 കോമിക് സ്ട്രിപ്പ്. രണ്ടിന്റെ തീം സ്റ്റോറി ഒക്കെ സെയിം ആണ്. ഒരു കുരുത്തം കെട്ടിന് ചേർക്കുന്നുണ്ട്. അത് തന്നെയാണ് ഗാൽവിനും. ഉണ്ണിക്കുട്ടൻ ഡെനിസ് ദ മെനസ് ഉണ്ണിക്കുട്ടൻ തന്നെയാണോ ശരിക്കും കാൽവിനേക്കാളും കൂടുതൽ? പക്ഷെ this happened on the same day. സെയിം ഡേയിലാണ് 2 പബ്ലിഷ് ചെയ്തത്. 2 സെയിം ഡേ. അപ്പൊ കോപ്പി അടിക്കാൻ യാതൊരു മാർഗവും ഇല്ല. 2ഉം വേറെ വേറെ ജോഗ്രഫിക്കൽ ഏരിയയിലാണ്. ഒന്ന് US-ലും ഒന്ന് UK-ലും. സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലത്ത്, സോഷ്യൽ മീഡിയ 50s ആണ്. എങ്ങനെ ഒരു പേരും ഐഡിയ ഒക്കെ എങ്ങനെ പോയി? 2 പേർക്ക് ഒറിജിൻ ഉണ്ട്. US-ലുള്ള ആളുടെ മോന്റെ പേരാണ് ഡെന്നിസ്.
അവനെ അവന്റെ അമ്മ വിളിക്കുന്നത് കേട്ടിട്ടാണ് ഡെനിസ് ദ മെനസ് എന്നുള്ളത്. UK-യിലുള്ള ആളൊരു പാർട്ടി എന്നാണ് പുള്ളിക്ക് ആ പേര്. ഡെനിസ് ദ മെനസ് ഫ്രം വെനസ് എന്ന് പറഞ്ഞിട്ട് പാർട്ടി പുള്ളിയുടെ. അപ്പൊ ഇങ്ങനത്തെ അബ്സല്യൂട്ട് കോയിൻസിഡൻസ് ഉണ്ടാവും. ഇത് രണ്ടും ഒരേ ഡേറ്റ് നടന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ചു ഇവിടെ ഡെഫിനറ്റ്ലി അങ്ങനെ കുറെ കോയിൻസിഡൻസ് ഉണ്ട്. ഇപ്പം ഹാരി പോട്ടറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നേരത്തെ ലാരി പോട്ടറും അതൊക്കെ പറയുന്നതല്ലാതെ 86-ലെ ട്രോൾ എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഹാരി പോട്ടർ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരി മാജിക്കിന്റെ ആളാണ്. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് അടിച്ചു മാറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഹാരി പോട്ടർ എന്നുള്ളത് നല്ലൊരു പേരാണല്ലോ. എവിടെയെങ്കിലും ജെ.കെ. റൗളിംഗ് കേട്ടിട്ടുണ്ടാവും, ക്ലിക്കായിട്ടുണ്ടാവും. അത് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ആക്സെന്റിൽ ദേഷ്യത്തോടെ വിളിക്കാൻ പറ്റി വരും. ഇനി പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കൊരു കഥയുണ്ട്. ഞാൻ കോവിഡ് സമയത്ത് എന്റെ കസിന്റെ ഒരു ബാർ തുടങ്ങിയപ്പോൾ കുറച്ച് ബാർ ഡെക്കോർ ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചു. അപ്പൊ പക്ഷെ അത് നടന്നില്ല. ബട്ട് സ്റ്റിൽ ഐ വെന്റ് ആൻഡ് വെന്റ് വിത്ത് ദാറ്റ് ഡെക്കോർ. സോ ബേസിക്കലി ഒരു മാഷപ്പ് ആണ്. ലൈക്ക് ക്ലാസിക് ഇംഗ്ലീഷ് മൂവീസ് അതൊന്ന് മലയാളിഫൈ ചെയ്തു. ഇപ്പൊ ഇത് മലയാളിഫൈ ചെയ്തിട്ട് ഞാനൊരു ചില പോസ്റ്റേഴ്സ് ഉണ്ടാക്കി. ഇറ്റ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം. ബ്ലൂ ഫോക്സ് ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു 5-6 ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ തൊട്ട് നോക്കിയിട്ടില്ല. ഇടാത്ത ഇനിയുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് ആ സമയത്ത് ഈ ഐ ഫൊഗോട്ട് അബൌട്ട് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്നൊക്കെ പറഞ്ഞ് കുറെ അതുപോലെ ഒരു അക്കൗണ്ട് തൊട്ടു. വേറൊരു അക്കൗണ്ട് എസ്തെറ്റിക് കണ്ണു ചുമ്മാ ഫോളോ ചെയ്തു. കാരണം ഇറ്റ് ഫോളോസ് എ സിമിലർ പാറ്റേൺ. കുറെ പോസ്റ്റേഴ്സും മാറ്റം. ഒരു ദിവസം പിന്നെ 2003-ലാണ് പുള്ളി ഒരു പോസ്റ്റർ ഇട്ടു. ഇറ്റ് ലുക്സ് ഓൾമോസ്റ്റ് സെയിം ടു ദ പോസ്റ്റർ ആയി. അപ്പം ഞാൻ നേരത്തെ ചെയ്തത്, പക്ഷെ ഞാനത് ആ സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിക്ക് ഉടനെ തന്നെ ഈ സംഭവം ഇട്ടിട്ട് 2 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഞാൻ പുള്ളിയെ ചാറ്റ് ചെയ്തു ഇൻസ്റ്റയിൽ. പക്ഷേ യു വോണ്ട് ബിലീവ് ദിസ്, ഇതേ സാധനം ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിക്ക് അയച്ചു. എനിവേ ദാറ്റ് എൻഡഡ് വെരി കോഡിയലി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തോട്ട് പ്രോസസ് പറഞ്ഞു. അപ്പൊ മനസ്സിലായി മോസ്റ്റ് ഓഫ് us think the same. നമ്മുടെ തോട്ട് പ്രോസസ് എല്ലാം സെയിം ആണ്. അവർ ഫസ്റ്റ് ചോയ്സ് ഞാൻ പറയുന്നത് പോസ്റ്റർ ആക്ച്വലി പൾപ്പ് ഫിക്ഷന്റെ ആണ്. ഉമാ തെർമൻ സിഗരറ്റ് വലിക്കുന്ന ഒരു ഫേമസ് പോസ്റ്ററാണ്. ഞങ്ങൾ രണ്ടുപേരും ഡിസൈൻ ചെയ്ത നസ്രിയാണ് ഇട്ടേക്കുന്ന ട്രാൻസ്ലേറ്റ്. ഇത് AI ഒക്കെ വരുന്നതിന് മുന്നെയാണ്. സോ വി ഹാവ് നോ ഓപ്ഷൻ ബട്ട് വി ഹാവ് ടു ഫൈൻഡ് മലയാളം ആക്ടേഴ്സ് ഹു സ്മോക്സ്. ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ആദ്യം വന്ന ഓപ്ഷൻ ശോഭനയാണ്. തപ്പിയിട്ടെന്ന് ശോഭനയെ കിട്ടി. Then we opted for Nasri. I'll share you those photos. Brilliant minds think alike. So ഞങ്ങള് കൈ കൊടുത്ത് വിരിഞ്ഞു. And on the same day I also posted mine. ആ സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അതിപ്പം ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് അയച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ ആരോപണം. അത് ഒഡീസിയില് ഒരു സീൻ ഞാൻ എഴുതിയത്. അത് വായിച്ചിട്ട് ക്രിക്കും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അതിനെക്കുറിച്ച്. ആ ഗന്ധമാദനത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അനൂപ് വായിച്ചിട്ടില്ലെന്നറിയാം. ലേഖ വായിച്ചിട്ടുണ്ടോ? ലേഖയും വായിച്ചിട്ടില്ല, രണ്ടുപേരും വായിച്ചിട്ടില്ല. അപ്പോൾ ബേസിക്കലി അതിൽ ഗന്ധമാദനത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് കൃഷ്ണകുമാർ എന്നെ പിങ് ചെയ്ത് ചോദിച്ചായിരുന്നു, ഇത് ഏതോ ഒരു നോവല് അത് വായിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഇൻസ്പയർഡ് ആണോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ആ നോവല്. അപ്പോൾ അപ്പാരൻ്റ്ലി മൈ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗന്ധമാദനം വാസ് ഇൻ ദാറ്റ് നോവൽ വിച്ച് ഐ ഹവ് നെവർ റെഡ് ഓർ തോട്ട് ഓഫ് ഇറ്റ്. അപ്പം ഞാനത് എഴുതിയ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഫറൻസ് ഉണ്ടെങ്കിലും ഫിസിക്കലി എവിടെയാണെന്ന് ആരും പറഞ്ഞിട്ടില്ലാത്തൊരു പർവ്വതമാണ് ഗന്ധമാദനം. അപ്പോൾ അത് ഹിമാലയത്തിൽ അത് കാണണമെങ്കിൽ ഇങ്ങനെ എഗെയിൻ അവിടെ ഒരുപാട് ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ഇൻഫർമേഷനാണ് ആളുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ശീർഷാസനത്തിൽ നിൽക്കുമ്പോൾ മാത്രം കാണുന്ന മായാമേരുവാണ്
ഗന്ധമാദനം, അങ്ങനെ കുറെ കുറെ ബിറ്റ്സ് ആൻഡ് പീസസ് പല ആളുകളിൽ നിന്ന് ഇയാൾ കളക്ട് ചെയ്യുന്നുണ്ട്. When all of that comes together, it reveals itself. അത് മാജിക്കലി ഒന്നുമല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് എ പെർസ്പെക്റ്റീവ് ചേഞ്ച്. അപ്പൊ അങ്ങനെ ഞാൻ അനാഹി എഴുതിയിരുന്നു. അനാഹില് ഉണ്ട് സാധനം. ഇതേ അനാഹിലാണോ? ആ അനാഹില് പക്ഷെ ഇതാണ് മറ്റേ നമ്മൾ പറഞ്ഞ പോലെ ശീർഷാസനത്തിൽ നിൽക്കുന്നതില് ഭൂമിയും ആ കീഴ്മേലും അറിയുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഒരു ഫോർത്ത് ആ ചാപ്റ്ററിൽ. ആ അപ്പൊ ഈ ആ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോൾ ശരിക്കും നമുക്ക് അതാ തോന്നുന്നത്. ഓക്കെ ശീർഷാസനത്തിൽ ഓക്കെ. നിൽക്കുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ അല്ലാതെ വേറെ അനാഹി വായിച്ചിട്ടില്ല. പർവ്വതത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഇല്ല. ഞാൻ ആലോചിക്കുന്നു ഞാൻ എന്തായിരുന്നു ഒന്ന് പറഞ്ഞത്, ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ഉള്ളൂ കഥകൾ. അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങനെ നമ്മള് ടച്ച് ചെയ്യുമ്പോൾ അത് ടച്ച് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഇൻ ദ പാസ്റ്റ്. സി വെൻ യു ആർ അഡാപ്റ്റിംഗ് ഫ്രം ഒരു ഫോക്ലോർ, നമ്മുടെയൊക്കെ സോഴ്സുകൾ ഒന്നാണ് ഏറെക്കുറെ. അപ്പം ഇപ്പൊ യക്ഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെള്ളസാരിയും ലോങ് ഹെയറും എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പിക്ചർ ഇസ് ഓൾവേസ് ബീൻ ദെയർ. ഇപ്പം നമ്മളത് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ദംഷ്ട്രങ്ങൾ വരും, ചോരയിറ്റുന്ന ദംഷ്ട്രങ്ങൾ വരും. നമ്മൾ ഈ യക്ഷിയെ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ത്രീ ആയിട്ടാണത് കാണുന്നത്. ഷീ കുഡ് ബി എ പ്ലെയിൻ ജെയിൻ ഓൾസോ. നോ, എന്താ എല്ലാ യക്ഷിമാരും സുന്ദരികളാവണം. അപ്പോൾ സത്യം. അതാണ് അതിന്റെ ലൈക്ക് ഒബ്വിയസ്ലി സംബഡി ക്യാൻ റൈറ്റ് എ ബുക്ക് സേയിങ് ഒരു നോർമൽ ലുക്കിംഗ് ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന മാരൊരു യക്ഷി അപ്പുറത്തെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. മറ്റേ ഇയാളുടെ എൻജയുടെ പാട്ടിലമാരെ അയലത്തെ വീട്ടിലെ പോസിബിൾ ആണല്ലോ. അപ്പോൾ All the words that you use have been written somewhere. All the phrases you used have been written 7 somewhere. സ്വരം കൊണ്ട് സംഗീതം ഉണ്ടാക്കാമെങ്കിലാണോ? അഗെയിൻ അവിടെ നമുക്ക് ഒരു കോപ്പിയൊരു വേണം. കാരണം അല്ലെങ്കിൽ കാര്യമില്ല. സോംബീസ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ സോംബീസിന്റെ ഒരു സോംബി ജോണറിലുള്ളൊരു കഥ എഴുതുകയാണെങ്കിൽ ഹാസ് ടു ഹാവ് സം സിമിലാരിറ്റീസ് വിത്ത് പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് നോളജ് ബേസ് ഓഫ് സോംബീസ്. അല്ലെങ്കിൽ ആ ട്രോപ്പ് കൊണ്ട് കാര്യമില്ല. വി ആർ റൈറ്റിംഗ് സംതിങ്. നമ്മളവിടെ കോപ്പി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. സെയിം ട്രോപ്പ് ഉപയോഗിക്കുന്ന ഇതുകൊണ്ടാണ് we don't have to explain that origin story, അല്ലെങ്കിൽ we don't have to explain that creature so much because it's already in the reader's knowledge എന്ന് പറയും. So അവിടൊക്കെ നമുക്ക് this is the right way to go. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന്റെ കാര്യമായിട്ടൊന്നും പറയണ്ടാവില്ല എന്ന് വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ വെള്ളത്തിൽ വരയ്ക്കാനും കൂട്ടത്തിൽ പാടാനും ആർക്കും പറ്റുമല്ലോ. കേറി അങ്ങ് അലക്കുക ഒരു സംഭവം നടക്കുമ്പോ. മലയാളത്തിൽ ഒരുപാട് ഓതേഴ്സിനെതിരെ ഞാനിങ്ങനെ പ്ലേജറിസം കേട്ടിട്ടുണ്ട്. എതിരെ ആർക്കെതിരെ? എൻ ടി വാസുദേവൻ ആണോ? ഓക്കെ. നിർമാല്യത്തിന്റെ ക്ലൈമാക്സ് പുള്ളി ടി എൻ ദാമോദരന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് ടി ദാമോദരന്റെ മോള്. അതേപോലെ എം പി നാരായണപിള്ളയുടെ പരിണാമം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. അതും റോബർട്ട് കോൾഡറിന്റെ ദ ഡോഗ്സ് എന്ന് പറഞ്ഞ ബുക്കുമായിട്ട് സാമ്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് പുള്ളി നിരസിച്ചത്, സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചത്. ആ ഒരു അലിഗേഷൻ ഉള്ളതുകൊണ്ട്. എനിവേ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് എനിക്ക് അറിയില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ എപ്പിസോഡ് വീക്കാൻ കുറച്ചുകൂടെ അറിവ് റിസർച്ച് ഒക്കെ ആയിട്ട് നമുക്കിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അതെ, വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. എവിടെ വിവാദമുണ്ടോ അവിടെ ഞങ്ങൾ വന്ന് അനാവശ്യമായ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വിവാദം ഉണ്ടാവുന്നത് വരെ ദിസ് ഇസ് എഴുതാപ്പുറം സൈനിങ് ഓഫ്. സന്ദീപ്, ലേഖ, അനൂപ് ആൻഡ് കൃഷ്ണകുമാർ. ഹാവ് എ ഗുഡ് ബൈ.